Good afternoon, all. Good afternoon, ma'am. Good afternoon. Prayer പറഞ്ഞോ ട്ടോ. Prayer. Dear God, we thank you for bringing us together today. Bless our minds with clarity, our hearts with kindness, and our words with respect. May this class be filled with peace, understanding, and success. Thank you. Last ക്ലാസ്സിലെ ഇമോഷണൽ സെമിനാർ കംപ്ലീറ്റ് ആയില്ലേ? Emotions, yes, ma'am. Emotionsനെ പറ്റി സെമിനാർ എടുക്കുക. റോൾ ഓഫ് ഇമോഷൻ എടുത്തോ? Yes, ma'am. ഇനി ആ സോഷ്യോ ഇമോഷൻ അഫെക്ഷൻ ഒക്കെ കഴിഞ്ഞോ? ഇല്ലാലോ. നോ മാം, സെമിനാർ എടുത്തോണ്ടിരിക്കുവായിരുന്നു. ഇതിന് മുന്നാലത്തെ പോർഷൻ ഓക്കെ. ഞാൻ ടെക്സ്റ്റ് എടുത്തില്ലായിരുന്നു. പിന്നെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് റോൾ ഓഫ് ഇമോഷൻസ് മുതലാണ്. സെമിനാർ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയില്ലേ? വീട്ടിൽ വരെയും പറഞ്ഞു നിർത്തിയെന്ന് തോന്നുന്നു അല്ലേ? ഓക്കെ. വേറെ ആരെങ്കിലും നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു റോൾ ഓഫ് ഇമോഷൻസ് മുതലാണ് ഞാൻ എടുക്കാൻ വേണ്ടിയിട്ട് മാർക്ക് ചെയ്തിരിക്കുന്നത് കേട്ടോ. കണ്ടക്ട് ചെയ്യാം. The role of emotions are functionally the desired relation to its fellow teachers, parents, siblings, and its role and consideration. കുട്ടികള് ഇമോഷണലി ഇമോഷൻസ് ആരൊക്കെയായിട്ടാണ് പ്രകടിപ്പിക്കാറ്? ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്. Then emotional development മെയിൻ ആയിട്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ എൻവയോൺമെന്റ് എന്ന് പറയുന്നത് ഒന്ന് സ്കൂൾ എൻവയോൺമെന്റ്, മറ്റൊന്ന് ഹോം എൻവയോൺമെന്റ്. ക്ലിയർ ആണോ? വോയിസ് ബ്രേക്ക് ആവുന്നുണ്ട്. ആണോ? ഒന്നുകൂടി നോക്കാം കേട്ടോ. ഇനി എന്തെങ്കിലും ക്ലിയർ ആവണമെങ്കിൽ ഒന്നുകൂടി പറയാം കേട്ടോ. ഓക്കെ ആണോ? ഞാൻ കുറച്ച് വോയിസ് കൂട്ടി പറയുന്നുണ്ട്. ക്ലിയർ ആണ്. ഓക്കെ കേട്ടോ. അപ്പൊ ശ്രദ്ധിക്കാം. നമ്മൾ സാധാരണയായിട്ട് കുട്ടികൾ ആരൊക്കെയായിട്ടാണ് ഇമോഷൻസ് ഷെയർ ചെയ്യാറെന്നാണ് പറഞ്ഞത്. ഫ്രണ്ട്സ്, ടീച്ചേഴ്സ്, പാരന്റ്സ്, സിബ്ലിങ്സ്. ഓക്കെ. ഒരു ഗുഡ് ടീച്ചർ എപ്പോഴും ആ ഒരു ഗുഡ് ടീച്ചർ എപ്പോഴും ആരുടെയൊക്കെ ഇമോഷൻസിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം? നമ്മൾ ടീച്ചേഴ്സിന്റെ ഇമോഷൻസിനെ കുറിച്ച്, പീപ്പിൾസിന്റെ ഇമോഷൻസിനെ കുറിച്ച് കോൺഷ്യസ് ആയിരിക്കണം. കാരണം എന്നാൽ മാത്രമാണ് നമുക്ക് സ്മൂത്ത് ലേണിംഗ് സിറ്റുവേഷൻ ക്ലാസ്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? സസ്റ്റെയിൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ റെസ്പെക്ട് ചെയ്തുകൊണ്ട് വേണം നമുക്ക് ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ. ഇപ്പൊ ഞാനായാലും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ക്ലാസ്സിലെ കുട്ടികളുടെ ഇമോഷൻസ് കൺസിഡർ ചെയ്യണം. ഇപ്പൊ മേ ബി നമുക്ക് എല്ലാവർക്കും ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഇമോഷൻസ് വരും. ദേഷ്യം, വിഷമം, സങ്കടം, അല്ലെ? എല്ലാവരും ഇതേപോലുള്ള ഇമോഷൻസിലൂടെ പോകുന്നതാണ്. സോ നമ്മൾ ഒരിക്കലും അത് നമ്മുടെ കുട്ടികളിലേക്ക് ഭയങ്കരമായിട്ട് വിഷമോ ദേഷ്യം ഉണ്ടെങ്കിൽ അതൊരിക്കലും ഞാൻ എടുക്കുന്ന ക്ലാസ്സിലെ കുട്ടികൾക്ക് അഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം ആ ഒരു ഇമോഷൻ ഹാൻഡിൽ ചെയ്യുന്നത്. സോ എനിക്ക് ദേഷ്യം ഉണ്ടാവും, വിഷമം ഉണ്ടാവും. അതെല്ലാം ഞാൻ ഈ ഒരു ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പ് ആ ഡോറിന് പുറത്ത് വെച്ചിട്ടായിരിക്കും ഈ ക്ലാസ്സിലേക്ക് എൻട്രി ചെയ്യുന്നത്. സോ എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ക്ലാസ് ക്യാമറ ഓൺ ചെയ്താൽ പിന്നെ എനിക്ക് പിന്നെ എന്താ പറയാ, വേറെ ഇമോഷനെ കുറിച്ച് ചിന്തിക്കാറേ ഇല്ല. വേറെ ആ ഇമോഷനെ കുറിച്ച് നമ്മൾ ക്ലിയർ അല്ല. ഓക്കെ, ഞാൻ ഒന്ന് ഇൻഫോം ചെയ്യട്ടെ 1 മിനിറ്റ്.
ഇപ്പൊ പറയുന്നത് ക്ലിയർ ആവുന്നുണ്ടോ? പതർച്ചയുണ്ടോ? ഇപ്പൊ ഓക്കെ മാം. ഇടയ്ക്കിടയ്ക്ക് ബ്രേക്ക് ആവുന്നുണ്ടായിരുന്നു. ആണോ? എന്തെങ്കിലും പറയാനൊക്കെ പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ മാം. ക്ലാസ് കണ്ടിന്യൂ ചെയ്യാം. നമ്മൾ നോക്കിയത് ദ റോൾ ഓഫ് ഇമോഷൻസിനെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. റോൾ ഓഫ് ഇമോഷൻസിൽ നമ്മള് ഇമോഷൻസ് പ്ലേ ആൻ ഇമ്പോർട്ടന്റ് റോൾ, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളാണ് ഒരു വ്യക്തിയുടെ റിലേഷനില് ഇമോഷൻസ് പ്ലേ ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു റോളാണ്. സോ ഈ ഇമോഷൻസ് എന്ന് പറയുമ്പോൾ സാധാരണ കുട്ടികൾ ആരൊക്കെയായിട്ടാണ് ഈ ഇമോഷൻസ് ഷെയർ ചെയ്യാറ്? പാരന്റ്സ്, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, സിബ്ലിങ്സ് ഒക്കെ ആയിട്ട് നമ്മൾ ഇമോഷൻസ് ഷെയർ ചെയ്യാറുണ്ട്. സോ നമുക്ക് നല്ലൊരു ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ടേക്ക് കെയർ ചെയ്യാനുണ്ട്. സോ നമ്മളിപ്പോ ടീച്ചറാണ്, നിങ്ങൾ എല്ലാവരും മോണ്ടിസോറി ഫെസിലിറ്റേറ്റേഴ്സ് ആണ് മനസ്സിൽ വിചാരിക്കാം. എ ടീച്ചർ ഷുഡ് അണ്ടർസ്റ്റാൻഡ് ബോത്ത് സ്റ്റുഡൻസ് ഇമോഷൻസ് ആൻഡ് ദെയർ ഓൺ ഇമോഷൻ. നമ്മുടെ ടീച്ചർ ആയിരിക്കും നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസ് മനസ്സിലാക്കണം, അതേപോലെ തന്നെ നമ്മളുടെ ഇമോഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. പ്രോപ്പർ ആയിട്ട് നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ കെയർ ചെയ്താൽ മാത്രമാണ് നമുക്കൊരു നല്ല ലേണിംഗ് സിറ്റുവേഷൻ നമ്മുടെ ക്ലാസ്സിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പ്രോപ്പർ ഇമോഷണൽ അണ്ടർസ്റ്റാൻഡിങ് ഹെൽപ്സ് ക്രിയേറ്റ് എ സ്മൂത്ത് ആൻഡ് എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ്. നമ്മുടെ ക്ലാസ് റൂമിൽ നമ്മുടെ എഫക്റ്റീവ് ലേണിംഗ് എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു രണ്ടുപേരെ നമ്മുടെ കുട്ടികളുടെയും അതേപോലെ തന്നെ എന്റെ ഇമോഷനെ കുറിച്ചിട്ട് എനിക്ക് വ്യക്തമായ ഒരു ധാരണ വേണം. എനിക്ക് ഇമോഷൻസ് ഉണ്ടോ, എനിക്ക് ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഭയങ്കരമായിട്ട് വിശപ്പുണ്ടെങ്കിൽ ദേഷ്യം വരും. അതെന്റെ ഒരു ഇമോഷനാണ്. ഓക്കെ, സാധാരണ ഫുഡ് കഴിച്ചില്ലെങ്കിൽ എനിക്ക് ദേഷ്യം വരും. ഇപ്പൊ എങ്ങാനും സപ്പോസ് ഒരു ദിവസം ഫുഡ് കഴിക്കാതെയാണ് ക്ലാസ് എടുക്കുന്നതെങ്കിൽ മേ ബി അതൊക്കെ കുട്ടികളെ അഫക്ട് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് ഇല്ലേ? അതെനിക്ക് ദേഷ്യം ചിലപ്പോൾ ഞാൻ കോൺഷ്യസ് ആണ്, ഞാൻ ഫുഡ് കഴിച്ചില്ലെങ്കിൽ ഞാൻ എന്തായാലും കുട്ടികളോട് ദേഷ്യപ്പെടും, കമ്പൽസറി ആയിട്ട് ഫുഡ് കഴിക്കണം എന്ന് ഞാൻ എപ്പോഴും ചിന്തിക്കാറുണ്ട്. പണ്ട് നമുക്ക് ഇവിടെ ഒരു FT11 എന്ന് പറയുന്ന ഒരു ബാച്ച് ഉണ്ടായിരുന്നു കേട്ടോ. FT11 എന്ന് പറയുന്ന ബാച്ചിന്റെ ടൈം ഒരു പ്രത്യേകത ഉണ്ട്. 12:30 to 1:30 ആണ് അവരുടെ ടൈം, ക്ലാസിന്റെ ടൈം. സോ ആദ്യം എനിക്കത് അഡ്ജസ്റ്റ് ചെയ്യാൻ എനിക്കറിയില്ല എന്താണ്, എനിക്ക് പെട്ടെന്ന് മൂഡ് ഓഫ് ആകും. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് നമുക്ക് എൻജോയ് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. ഞാൻ വിചാരിച്ചാൽ എന്താണ് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ കണ്ടുപിടിച്ചു അതെന്റെ വിശപ്പാണ്, വിശപ്പ് വരുമ്പോ എനിക്ക് പെട്ടെന്ന് ദേഷ്യം വരുന്നതായിരിക്കാം. അപ്പൊ ഞാനത് കുട്ടികളെ അറിയുന്നേക്കാൾ മുമ്പ് ഞാനത് കണ്ടുപിടിച്ചു, ഞാനത് സോൾവ് ചെയ്യാ ചെയ്തത്. കാരണം 12:30 ഒരു ബാച്ച് കഴിഞ്ഞ് നേരെ ഞാൻ 11ലേക്ക് വരുമ്പോ FT11 എന്ന് പറയുന്ന 12:30 അടുത്ത ബാച്ചിലേക്ക് വരുമ്പോ എനിക്കൊരു ബ്രേക്ക് കിട്ടുന്നില്ല. അതേപോലെ നമുക്ക് ഒരു കണ്ടിന്യൂഷൻ വരുമ്പോ നമുക്കൊരു ബോറടിക്കും അല്ലേ? നമ്മൾ ഫുൾ ആയിട്ട് ക്ലാസ് കണ്ടിന്യൂ ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയ ബോറടിക്കും. ഹാഫ് അവർ ഒരു ബ്രേക്ക് കിട്ടുകയാണെങ്കിൽ നമുക്കൊരു ഹാപ്പി ആയിട്ട് തന്നെ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ വന്നപ്പോ എനിക്ക് ഇത്തിരി എന്താ പറയാ വിശപ്പിന്റെ പ്രശ്നമൊക്കെ വന്നു. ആക്ടിവിറ്റി വന്നു. ദേഷ്യം വെച്ചാൽ ഞാൻ കുട്ടികളോട് പഠിപ്പിച്ചിട്ടൊന്നുമില്ല, പക്ഷെ നമ്മുടെ ഉള്ളിൽ ദേഷ്യം വരുന്നത് നമുക്ക് ഫീൽ ചെയ്യുമല്ലേ. അപ്പൊ ഞാൻ മനസ്സിലാക്കി ഫുഡിന്റെ പ്രശ്നമാണ്. ഞാൻ എന്ത് ചെയ്യുന്ന അറിയാവോ, 12:35 ആവുമ്പോ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിയിട്ട് ഫുഡ് കഴിച്ചിട്ട് 12:30 ആവുമ്പോഴേക്കും നെക്സ്റ്റ് ബാച്ചിൽ കയറാൻ കറക്റ്റ് ആയിട്ട് ആ ഫുഡ് കറക്റ്റ് ആയിട്ട് വന്നപ്പോൾ എന്റെ ദേഷ്യം എന്ത് ചെയ്തു, ഫുള്ളായിട്ട് റിക്കവർ ആയി. മനസ്സിലായോ? അപ്പൊ ഞാനിപ്പോ എന്റെ എക്സ്പീരിയൻസ് പറഞ്ഞതാണ്. അതേപോലെ തന്നെയായിരുന്നു നമ്മൾ ഫാമിലിയിലോ വീട്ടില് ഭയങ്കരമായിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ട് വഴക്കൊക്കെ പറഞ്ഞിട്ടായിരിക്കും വീട്ടിൽ നിന്ന് വന്നിരിക്കുന്നത്. പക്ഷെ നമ്മൾ വരുമ്പോ നമ്മുടെ കുട്ടികളെ എല്ലാവരും ക്ലാസ്സിലെ എല്ലാ കുട്ടികളും
ഭയങ്കര അനുസരണയൊന്നും ഇല്ലാതെ ഭയങ്കര വർത്താനം പറയുന്നു, സംസാരിക്കുന്നു, അങ്ങനെയൊക്കെ ചെയ്യുന്നു. അത് അവർ നോർമലി ചെയ്യുന്ന കാര്യമാണ്. പെട്ടെന്ന് നമുക്ക് വീട്ടിൽ ഇങ്ങനെ ഒരു ടെൻഷൻ ഉള്ളത് കൊണ്ട് നമുക്ക് അവരെ കാണുമ്പോൾ ദേഷ്യം വരും. നോർമൽ അല്ലേ? നമുക്ക് ഓൾറെഡി നമ്മളെ മൈൻഡ് അപ്സെറ്റ് ആണ്. സോ ഈ കുട്ടികളെയും കൂടി ഇങ്ങനെ ദേഷ്യം നമ്മളിങ്ങനെ സംസാരിക്കുന്നത്, ഓക്കെ, അവരിങ്ങനെ സംസാരിക്കുന്നതും കൂടി കാണുമ്പോൾ നമുക്ക് ദേഷ്യം വരും അല്ലെ? ഓക്കെ, അങ്ങനെ ദേഷ്യം വരാണെങ്കിൽ നമ്മൾ തന്നെ കൺട്രോൾ ചെയ്യണം. നമ്മുടെ ഇമോഷൻസ് ആര് കൺട്രോൾ ചെയ്യണം? നിങ്ങൾ തന്നെ കൺട്രോൾ ചെയ്യണം. ഓക്കെ, എത്ര ദേഷ്യം വന്നാലും അല്ലെങ്കിൽ എത്ര സങ്കടം വന്നാലും ക്ലാസ്സിന് അത് ഒരു കാരണവശാലും അഫക്ട് ചെയ്യാത്ത രീതിയിൽ വേണം നമ്മൾ ക്ലാസ് കണ്ടിന്യൂ ചെയ്യാൻ. ചിലപ്പോൾ നമുക്ക് സങ്കടം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും, നമുക്ക് വിഷമം വരുന്ന സിറ്റുവേഷൻ ഉണ്ടാവും. പിന്നെ അങ്ങനെ ഡിഫറെന്റ് സിറ്റുവേഷൻസിലൂടെ നമ്മൾ കണ്ടിന്യൂ. സോ ആ സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ കറക്റ്റ് ആയിട്ട് ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റണം. പാരന്റ് ഷുഡ് ഓൾസോ അവെയർ ഓഫ് നെക്സ്റ്റ് കാര്യമാണ് കുട്ടികളുടെ ഇമോഷൻസ്. കുട്ടികൾക്ക് വലിയ ഇമോഷൻസ് ഇല്ലേ? കുഞ്ഞു മനസ്സാണെങ്കിലും അവർക്ക് ചെറിയ ചെറിയ ഇമോഷൻസ് ഉണ്ട്. അവര് ഒരുപാട് അഫെക്ഷനും വാത്സല്യവും സ്നേഹവും കെയറും ഒക്കെ ആഗ്രഹിക്കുന്ന കുഞ്ഞു മക്കളാ. അപ്പൊ അവരുടെ ഇമോഷൻസും നമ്മൾ അവരോട് റെസ്പെക്ട് ചെയ്യണം. അതേപോലെ പാരന്റ് ഷുഡ് ഓൾസോ ബി അവെയർ ഓഫ് ചിൽഡ്രൻസ് ഇമോഷൻ ഫോർ ഹെൽത്തി ഡെവലപ്മെന്റ്. കുട്ടികളുടെ ഹെൽത്തി ഡെവലപ്മെന്റിന് പാരന്റ് കുട്ടികളുടെ ഇമോഷൻസിനെ കുറിച്ചിട്ട് നല്ല രീതിയിൽ മനസ്സിലാക്കണം. നമ്മളുടെ കുട്ടികൾ, 2 കുട്ടികളുള്ള വീടുകളിൽ നമ്മൾ സാധാരണ കേൾക്കുന്ന ഒരു കാര്യമാണ്, നീ മൂത്ത കുട്ടികളൊക്കെ ഒറ്റയ്ക്ക് ഇളയ കുട്ടിക്ക് കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും അല്ലെ? എല്ലാ കാര്യങ്ങളും വലിയ കുട്ടിക്ക് ചെയ്തു കൊടുക്കും. മൂത്ത കുട്ടി വലുതാണ്, മൂത്ത കുട്ടിയാണ് എന്ന് പറഞ്ഞ് നമ്മൾ അവരെ കൊണ്ട് സ്വയം ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കും. സോ അവർക്ക് വിഷമാവും ശരിക്കും പറഞ്ഞാൽ അത്. ഇപ്പൊ എന്റെ മോള്, മൂത്തത് മോളും ഇളയത് മോനുമാണ്. അപ്പൊ മോളിലെ ഒരു ഡയലോഗാണ്, അപ്പൊ എല്ലാ കാര്യവും അവന് ചെയ്തോണ്ട് പോലെ എനിക്ക് എന്താ ചെയ്ത് തരാത്തത് എന്ന് ചോദിച്ചിട്ട് കൊച്ചു അത് ഞാൻ ഇങ്ങനെ സംസാരിക്കും. അപ്പൊ ഞാൻ അവളുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണമല്ലോ. അപ്പൊ ഞാൻ എന്ത് ചെയ്യും, അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കും. അപ്പൊ അവർക്ക് രണ്ടുപേരും അത്യാവശ്യം മെച്ചുവേർഡ് ആയി. മൂത്ത ആള് രണ്ടുപേരും ഏജ്ഡ് ആയി, പക്ഷെ മൂത്ത ആൾക്ക് ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കണം, കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുക്കണം. പക്ഷെ ഇളയാള് ഫുൾ ഇൻഡിപെൻഡന്റ് ആണ്. അവന്റെ കാര്യങ്ങൾ അവൻ സ്വയം ചെയ്യും. അപ്പൊ നമ്മൾ അവരുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണം എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കുറച്ചും കൂടി കെയർ കൂടുതൽ കൊടുത്തത്. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇവിടെ പറയുന്നത്. പാരന്റ്സിന് നമ്മുടെ കുട്ടികളുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണം. ചിൽഡ്രൻ നീഡ് ഗൈഡൻസ്. പറഞ്ഞോടാ മാം, ശരിക്കും അത് എല്ലാ ഫാമിലിയിലും അങ്ങനെ തന്നെയാണല്ലോ. രണ്ടാമത്തെ കുട്ടികൾ ഇൻഡിപെൻഡന്റ് ആവും. ഫസ്റ്റ് കുട്ടികൾ എങ്ങനെ ആയാലും ഒരാളെ സഹായം വേണം. നമ്മൾ ഭക്ഷണം വാരി കൊടുക്കണം, നമ്മൾ കുളിപ്പിക്കണം, ഒക്കെ അവർക്ക് നമ്മൾ ചെയ്തു കൊടുക്കണം. പക്ഷെ രണ്ടാമത്തെ മക്കള് അവരിഷ്ടാണ്, അഭിപ്രായങ്ങളും അങ്ങനെ തന്നെ, എല്ലതും അങ്ങനെ തന്നെയാണ്. അതെന്താ അങ്ങനെ? ഓക്കെ, നമ്മള് ഫസ്റ്റ് കുട്ടിയായിരുന്ന സമയത്ത് നമ്മൾ അവരെ ഇൻഡിപെൻഡന്റ് ആവാനായിട്ട് അനുവദിച്ചിട്ടില്ല. എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ നമ്മൾ ചെയ്തു കൊടുക്കും അല്ലെ? ഫസ്റ്റ് ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് നമ്മൾ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കും. സെക്കൻഡ് ചൈൽഡും കൂടി വരുമ്പോൾ നമുക്ക് ഫസ്റ്റ് ചൈൽഡിനെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങൾ നമ്മൾ അതേപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യും. ഇളയ കുട്ടിനോട് പറയും, നീ ഒന്ന് ചെയ്യോ എന്ന് അവനോട് പറയും. അപ്പൊ ആദ്യത്തെ കുട്ടിക്ക് ഫുൾ കെയർ കാര്യങ്ങളും കിട്ടിയിട്ടുണ്ട്. സെക്കൻഡ് ചൈൽഡ് ആയപ്പോഴേക്കും അവനെ കൊണ്ട് നമ്മൾ സ്വയം നമ്മളെ വീഴ്ക്കാൻ തുടങ്ങും. ഇനി ഇങ്ങനെ പോയാൽ പറ്റില്ല. അപ്പൊ മൂത്താളെയും ഇളയാളെയും നമ്മൾ എന്തെങ്കിലും ഒറ്റയ്ക്ക് ചെയ്യാനായിട്ട് നമ്മൾ തന്നെ പറയും. സോ മൂത്ത ആള് ഓൾറെഡി ഇതൊക്കെ ചെയ്ത് ശീലിച്ചതുകൊണ്ട് അവനത് പ്രാക്ടിക്കൽ ആവുന്നില്ല. ഇളയാള് ഇതാദ്യമായിട്ടാണ് എക്സ്പീരിയൻസ് ചെയ്യുന്നത്. അപ്പൊ ഓരോ കാര്യങ്ങൾ ചെയ്ത് എന്താ പറയാ, ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി അവൻ സ്വയം ചെയ്തു തുടങ്ങും. പിന്നെ എന്റെ ഫാമിലിയുടെ സംബന്ധിച്ച് ഞാൻ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് എനിക്കും ഇളയത് അനിയത്തിയാണ്, ഞാൻ മൂത്ത കുട്ടിയാണ്. പക്ഷെ ഞാൻ എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്കാ ചെയ്തിട്ടുള്ളത്. എല്ലാ കാര്യങ്ങളും ചെറുപ്പം മുതലേ ഞാൻ ഒറ്റയ്ക്കാ ചെയ്യുന്നത്. എല്ലാ കാര്യങ്ങളും തീരുമാനങ്ങൾ എടുക്കുന്നതായാലും ഡിസിഷൻസ് ആയാലും എല്ലാം ഒറ്റയ്ക്കാ ചെയ്തിരുന്നത്. എന്നുവെച്ചാൽ നമ്മൾ മുതിർന്ന കുട്ടി എന്നുള്ളൊരു ഇത് നമുക്ക് കിട്ടിയിരുന്നു. എല്ലാ കാര്യങ്ങളും നമ്മൾ ഇൻഡിവിജ്വലി എന്താ ഇൻഡിപെൻഡന്റ് ആയിട്ട്, പണ്ട് അങ്ങനെയായിരുന്നു അല്ലേ? മൂത്ത കുട്ടിയായിരിക്കും ഫസ്റ്റിലി ഇൻഡിപെൻഡന്റ് ആകുന്നത്, ഇളയ കുട്ടി അധികം പെട്ടെന്ന് ഇൻഡിപെൻഡന്റ് ആവില്ലായിരുന്നു. 90s ഒക്കെ ജനറേഷൻ എന്താ പറയുന്നത് അല്ലേ? ആ ഒരു ഏജിൽ നമ്മളുടെ ഒക്കെ ഒരു ഏജ് ഒന്ന് ആലോചിച്ച് നോക്കിയേ. മൂത്ത ചേട്ടന്മാരോ അല്ലെങ്കിൽ ചേച്ചിമാരോ ആയിരിക്കും കുറച്ചും കൂടി മെച്ചുവേർഡ് ആയിട്ടുള്ളവര്. ഇളയ ആൾക്കാർ അത്ര മെച്ചുവേർഡ് ആയിരിക്കില്ല നമ്മളുടെ ജനറേഷനില്, ഞങ്ങളുടെയൊക്കെ ജനറേഷനിൽ. പക്ഷെ ഇന്ന് തിരിച്ചാണ്, ഓപ്പോസിറ്റ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക അല്ലെ കുട്ടികളില്.
മൂത്താള് ഭയങ്കരമായിട്ട് കൊഞ്ചിച്ച് അമ്മയും അച്ഛനൊക്കെ വളർത്തുന്നു. ഇളയാൾക്ക് എന്താ പറയാ, ഇളയാൾക്ക് എല്ലാ കാര്യങ്ങളും ഇൻഡിപെൻഡന്റ്ലി ചെയ്യേണ്ടതായിട്ടൊക്കെ വരുന്നു. അങ്ങനെ കാണുന്നുണ്ട്. നമ്മളുടെ ആ ഒരു എന്താ പറയാ, നമ്മൾ കുട്ടികളെ വളർത്തുന്ന ആ ഒരു രീതിയുടെ ഇതിന്റെയൊക്കെ ചേഞ്ചസ് ആണ് അവരുടെ സ്വഭാവത്തിൽ വരുന്നത്. പക്ഷെ മോള് ഞാനിപ്പോ കൂടുതലും ഓവർ കെയറിങ് ഫോർ ഫസ്റ്റ് ചൈൽഡ്. ഓക്കെ, മൂത്ത കുട്ടികളോടുള്ള ഓവർ കെയറിങ് അത് ശരിക്കും ഞാൻ ഓവർ കെയറിങ് കൊടുത്തിട്ടുണ്ട്. കാരണം എന്റെ ബേബീസ് അധികം ഗ്യാപ്പില്ല, ആകെ 2 ഇയേഴ്സിന്റെ ഗ്യാപ്പുള്ളൂ. എന്റെ മോൾ 2 ഇയേഴ്സ് ഉള്ളപ്പോഴാണ് മോൻ ജനിക്കുന്നത്. സോ ആ സമയത്ത് ഞാൻ ശരിക്കും അവരുടെ ആ ഒരു ഇമോഷൻസ് കോൺഷ്യസ് ആയിരുന്നു. കാരണം ഞാൻ അവനെ എടുക്കുമ്പോഴും ഹഗ് ചെയ്യുമ്പോഴൊക്കെ അവളില് ആ ഒരു വിഷമവും സങ്കടവും കാണുന്നുണ്ട്. ഞാൻ പറയും, ഹസ്ബൻഡിനോട് പറയും, ഞാൻ കാര്യം ചെയ്യാം, ഹസ്ബൻഡിന് മോനെ തരാം, ഞാൻ അവളെ ഒന്ന് എടുക്കട്ടെ, അവൾക്ക് വിഷമാവുന്നുണ്ട്. നമ്മൾ അവളുടെ ഇമോഷൻസ് കൂടി റെസ്പെക്ട് ചെയ്തിട്ടുള്ള സമയത്ത് നമുക്ക് സന്തോഷമാവും. ഇപ്പൊ ആള് വലിയ കുട്ടിയായപ്പോഴാ പറയണ അമ്മയ്ക്ക് ഇപ്പൊ ഇഷ്ടമല്ല, അവനെയും ഇഷ്ടമെന്ന്. ചെറിയ കാര്യം എന്തെങ്കിലും ചെയ്തു കൊടുത്താൽ മതി, അപ്പോഴേക്ക് ഡയലോഗ് വരും, അമ്മയ്ക്ക് എന്ത് ഇഷ്ടമല്ല അല്ലെ, അമ്മയെ നല്ല ഇഷ്ടം, എന്നോട് പറഞ്ഞില്ല, അങ്ങനെയൊക്കെ പറഞ്ഞ ഡയലോഗ് വരും. സോ അത് ജസ്റ്റ് തമാശ രീതിയിൽ തന്നെ അവള് പറയുന്ന കാര്യം തന്നെ ഞാൻ എടുക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ കുട്ടികളുടെ ഇമോഷൻസ് റെസ്പെക്ട് ചെയ്യണം. അവരെ കേൾക്കാനായിട്ടൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യണം. അവർക്ക് ക്ലാസ്സിൽ എന്തൊക്കെയാണ് നടക്കുന്നതെന്നൊക്കെ പറയാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും നമ്മളോട്. ഒരു കഥ പോലെ പറയും, അമ്മ ഇന്നതാണ് ഇന്ന പോലെയാണെന്നൊക്കെ പറയുമ്പോൾ അതെല്ലാം കേൾക്കാനായിട്ട് നമ്മൾ എന്തായാലും അവർക്ക് ഒരു ടൈം കൊടുക്കണം. ഓക്കെ, എല്ലാവരും ഈ കുട്ടികൾ പറയുന്നതൊക്കെ കേൾക്കണം കേട്ടോ. Children need guidance to understand and control their emotions. കുട്ടികൾക്ക് എങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കേണ്ടതിനെ കുറിച്ചിട്ട് ഒരു ധാരണയില്ല. സോ നമുക്ക് ചിൽഡ്രനെ ഗൈഡ് ചെയ്യണം. എന്ത് ചെയ്യണം? ആ ഇമോഷൻസ് എങ്ങനെ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അതെങ്ങനെ കൺട്രോൾ ചെയ്യണം എന്നതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു കൊടുക്കണം. പാരന്റ്സും ഗൈഡ് ചെയ്യണം. ഗുഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് ഹെൽപ്പ് ദ ചിൽഡ്രൻ ടു അഡ്ജസ്റ്റ് ഇൻ ഹിസ് ലൈഫ് ആൻഡ് live peacefully with others. അപ്പൊ നല്ലൊരു ഗുഡ് ഇമോഷണൽ ഡെവലപ്മെന്റ് സംഭവിക്കുകയാണെങ്കിൽ കുട്ടികൾക്ക് നല്ല രീതിയിൽ ജീവിക്കാനായിട്ട് സാധിക്കും. നല്ലൊരു ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാനും ലീവ് പീസ്ഫുള്ളി, നല്ല സമാധാനത്തോടു കൂടി ജീവിക്കാനായിട്ട് പറ്റും. നല്ല പേഷ്യൻസ് ഒക്കെ ഉള്ള കുട്ടികളാണെങ്കിൽ അവർക്ക് അങ്ങനെ നല്ല രീതിയിൽ അവർക്ക് നല്ല സമാധാനത്തോടുകൂടി ഹാപ്പി ആയിട്ട് തന്നെ ലീവ് ചെയ്യാനായിട്ട് പറ്റും. ആ ഒരു പാരഗ്രാഫ് ഒരാൾ വായിക്കുമോ? ഒരാൾ റീഡ് ചെയ്യോ? ആ ഫസ്റ്റ് പാരഗ്രാഫ്, റോൾ ഓഫ് ഇമോഷൻസിലെ ഫസ്റ്റ് പാരഗ്രാഫ്. ഇത് പറ്റി റീഡ് ചെയ്യാവോ? Yes, ma'am. Emotions constantly become functional in the child's relation to his fellow pupils, teachers, parents, siblings, and in school and home situations. A good teacher should be conscious of his pupils' emotions as well as his own so that a smooth learning situation can be sustained in the class. Parents should also be aware of this fact in order to boost healthy growth of their wards. On the other hand, pupils have to be assisted to understand and develop their emotions to make them able to lead an adjusted life to live smoothly with other pupils and others at home and outside. An individual's basic requirements, desires, and hopes, his values of life, and his life conditions all generate his emotions. Ma'am, okay, അതുവരെ മതിയല്ലോ. നെക്സ്റ്റ് പാരഗ്രാഫ്. ഇമോഷൻസ് ആർ ഇൻഫ്ലുവൻസ്ഡ് ബൈ കുട്ടികളുടെ നീഡ്സ്, വാൺസ്. നീഡ്സ് പറയുന്ന ആവശ്യങ്ങള്, വാൺസ് ആഗ്രഹങ്ങള്, ഹോപ്പ്, ഡിസേർവ്സ് എല്ലാം കുട്ടികളുടെ ഇമോഷൻസ് ആയിട്ട് റിലേറ്റഡ് ആണ്. ആ പാരഗ്രാഫ് ഒരാൾക്ക് മനസ്സിലായോ? അത് പറഞ്ഞത് തന്നെയാണ് അത് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടോ ഡിഫറെന്റ് ചിൽഡ്രൻസ് ഷോസ് ദ ഇമോഷൻ ഡിഫറെന്റ്ലി എന്ന് തോന്നിയിട്ടുണ്ടോ? ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് എക്സ്പ്രസ് ദ ഇമോഷൻസ് ഡിഫറെന്റ്ലി. ഇപ്പൊ സെയിം ഏജിലെ ആണെങ്കിൽ പോലും കുട്ടികൾ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്ന രീതി വ്യത്യാസമായിരിക്കും. 2 കുട്ടികളെ എടുത്ത് നോക്കാം, എക്സാമ്പിൾ ആയിട്ട് 2 കുട്ടികളെ എടുത്താണ്. ചിലപ്പോ എന്താ പറയുക, 2 കുട്ടികളെ എടുത്തു. അതിലൊരു കുട്ടിക്ക് ദേഷ്യം വന്നു വിചാരിക്കും. 2 കുട്ടികൾക്ക് ദേഷ്യം വന്നു. ഒരു കുട്ടിയാണെങ്കിൽ പെട്ടെന്ന് പൊട്ടിത്തെറിക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. അവൻ ദേഷ്യം വന്നു കഴിഞ്ഞാൽ അതവൻ ഷൗട്ട് ചെയ്യുന്നു, മറ്റുള്ളവരിലോട്ട് ദേഷ്യം അവൻ പ്രകടിപ്പിക്കുന്നു.
മറ്റൊരു കുട്ടി കംപ്ലീറ്റ്ലി സൈലന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയാണ്. ഫുൾ എന്താണ് സൈലന്റ് ആയിട്ട് മാറും. ദേഷ്യം എത്ര വന്നാലും അത് സൈലന്റ് ആയിട്ട് അതിനെ എന്ത് ചെയ്യുന്നു, ടേക്ക് ചെയ്യുന്നു. അപ്പോ ഇത് ഒരു ഇമോഷൻ, സെയിം ഇമോഷൻ സെയിം ഏജ് ആയാലും ഡിഫറെന്റ് ഏജ് ആയാലും കുട്ടികളിൽ വരാണെങ്കിൽ അവർ ഷോ ചെയ്യുന്നത് ഡിഫറെന്റ് ആയിട്ടായിരിക്കും, ഡിഫറെന്റ് ആയിട്ടുള്ള പേരിലൂടെ ആയിരിക്കും ഇമോഷൻ ഷോ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ വെച്ചപ്പോ ഇമോഷൻ അല്ലാതെ പറഞ്ഞാൽ ആംഗ്രി എന്ന് പറയുന്നത് എങ്ങനെയാണ്, ചിലവര് ദേഷ്യം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ചിലപ്പോ അത് എന്താ പറയാ, ദേഷ്യമല്ല, സങ്കടം വന്നു കഴിഞ്ഞാൽ ചിലവര് ദേഷ്യത്തോട് കൂടെ പ്രതികരിക്കുന്നവരുണ്ടോ, ദേഷ്യമായിട്ട് കാണിക്കുന്നവരുണ്ടോ. ഇപ്പൊ ഒരാൾക്ക് ഭയങ്കരമായിട്ട് സങ്കടം വന്നു, പക്ഷെ ആ സങ്കടമായിരിക്കും അവരത് കാണിക്കുന്നത്, ചിലപ്പോ അത് ദേഷ്യം പോലെ ആയിരിക്കും പ്രകടിപ്പിക്കുന്നത്. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? കുട്ടികളൊക്കെ നോക്കുകയാണെങ്കിൽ അവർക്ക് ഭയങ്കരമായിട്ട് സങ്കടം വരാണെങ്കിൽ അവര് എന്റെ അടുത്ത് വരണ്ട, വിട്ടൂല എന്നൊക്കെ പറഞ്ഞു തരുമായിരിക്കും അല്ലെ കുട്ടികളെ. ആണോ? അങ്ങനെയാണോ? ഓക്കെ. അപ്പൊ ചില കുട്ടികൾ അങ്ങനെയാണ് ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. അവര് ഇൻഡയറക്ട്ലി ആയിരിക്കും നമ്മളോട് ഇമോഷൻസ് പറയുന്നത്. നേരിട്ട് പറയില്ല. വിഷമം വന്നു നേരിട്ട് പറയില്ല, ദേഷ്യത്തോട് കൂടി. കുട്ടികൾ വിശന്ന് കഴിഞ്ഞാല് ദേഷ്യം പ്രകടിപ്പിക്കും. എന്റെ കുട്ടിയല്ല കേട്ടോ, എന്നെപ്പോലെ തന്നെയാണ്. മോളാണ് മൂത്താള്. അപ്പൊ വിശന്ന് കഴിഞ്ഞിട്ട് എനിക്ക് ആളെ പിടിച്ചടിക്കില്ല എന്ന് വെച്ചാല് അവള് പറയുന്ന ഫുഡ് കൊടുക്കണം. നമുക്ക് ആ കറക്റ്റ് ടൈമിൽ ജസ്റ്റ് ഒന്ന് ഇവിടെ മാറിക്കഴിഞ്ഞാല് ആൾക്ക് വിശന്ന് കഴിഞ്ഞാൽ ആളെ പിടിച്ചടിക്കില്ല. കറക്റ്റ് ആയിട്ട് ഇല്ലെങ്കിൽ അപ്പൊ ഭയങ്കര ദേഷ്യം വരും. ഈ വെക്കേഷനൊക്കെ ടൈമിലാണ് അത് മെയിൻ ആയിട്ട് നമുക്ക് അഫക്ട് ചെയ്യുന്നത്. Children of different age express emotions differently. Different age കുട്ടികൾ ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഡിഫറെന്റ് ആയിരിക്കും. As the children grow, they may hide the emotion or express them in that way. ഒരു കുട്ടി വലുതാവുന്നതിനനുസരിച്ച് അവര് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യുന്നത് ഹൈഡ് ചെയ്യും. എക്സ്പ്രസ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, അല്ലെങ്കിൽ അവർ ഹൈഡ് ചെയ്യാൻ തുടങ്ങും. കറക്റ്റ് ആയിട്ട് നമ്മളോട് പ്രകടിപ്പിക്കില്ലേ, ഡയറക്റ്റ് വേയിലൂടെ ആയിരിക്കും ആ ഇമോഷൻസ് പ്രകടിപ്പിക്കുന്നത്. ഇനി സോഷ്യലൈസേഷൻ നമ്മൾ പഠിച്ചില്ലേ, സോഷ്യലൈസേഷൻ എന്താന്നുള്ളത്. സോഷ്യൽ ഡെവലപ്മെന്റിലൂടെ മാത്രമാണ് നമുക്ക് ഈ ഒരു ഇമോഷണൽ ബിഹേവിയർ ഷേപ്പ് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. ഈ സോഷ്യലൈസേഷൻ എന്ന് പറയുന്നത് കുട്ടികൾ, സ്കൂൾ, ടീച്ചേഴ്സ്, ഫ്രണ്ട്സ്, ചെറിയ ിലൂടെ പോലും അവരുടെ ഇമോഷൻസ് ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. ഇമോഷണൽ ബിഹേവിയേഴ്സ് കാര്യങ്ങളും ഡെവലപ്പ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ കുട്ടികൾക്ക് കുറെ സോഷ്യലബിൾ ആകുന്നതിനനുസരിച്ച് അവരുടെ ഇമോഷണൽ കൺട്രോൾ ആൻഡ് ഡെവലപ്മെന്റ് സംഭവിക്കുന്നു. ഇനി വേറൊരു കാര്യം, ആരൊക്കെയാണ് ഇവിടെ ഇമോഷൻസ് ഹൈഡ് ചെയ്യുന്ന ആൾക്കാര്? ഇപ്പൊ എന്നെ സംബന്ധിച്ച് എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പ്രകടിപ്പിക്കൂട്ടോ. അതേപോലെ വിഷമം വന്നു കഴിഞ്ഞാലും എനിക്ക് വിഷമം വന്നെങ്കിൽ ഞാൻ സങ്കടത്തോട് കൂടി കരയുക ചെയ്യും, പ്രകടിപ്പിക്കും, ഹൈഡ് ചെയ്യൂല. ഓക്കെ. ഇപ്പൊ നമ്മൾ വീട്ടിലാണെങ്കിലും എനിക്ക് ദേഷ്യം വരുന്നുണ്ട്, ഞാനങ്ങനെ പറയും, ഇപ്പൊ ദേഷ്യം വന്നിരിക്കുകയാണ്, എന്ത് പറഞ്ഞാലും ഞാൻ തലയിൽ കയറില്ല അങ്ങനെ പറയും. ചില ആ ഇമോഷൻ ആ സമയത്ത് നമ്മളത് ഹൈഡ് ചെയ്യുന്നതിൽ എനിക്ക് അഭിപ്രായമില്ല. ഹൈഡ് ചെയ്യുന്നതിനോട് എനിക്ക് ഒട്ടും താല്പര്യമില്ല. കാരണം എനിക്ക് ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ ആ ദേഷ്യം അത് പ്രശ്നമാണ് പരമാവധി ഹൈഡ് ചെയ്യുന്നത്. അങ്ങനെ ഹൈഡ് ചെയ്താൽ നമുക്കൊരു ഇമോഷണൽ എന്താ പറയാ, ഇമോഷണലി നമ്മളെ ബാഡ് ആയിട്ട് അഫക്ട് ചെയ്യും. ഞാനത് എക്സ്പ്രസ് ചെയ്യുള്ളൂ. എനിക്ക് ഇമോഷൻ ഉണ്ടെങ്കിൽ ദേഷ്യമാണ്, ഞാൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. ദേഷ്യം എങ്ങനെയാണോ അത് എക്സ്പ്രസ് ചെയ്യേണ്ടത് ആ തന്നെ ചെയ്യും. ദേഷ്യമായാലും സങ്കടമായാലും അപ്പൊ അവർക്ക് മൊത്തം വായിച്ചെടുക്കാൻ പറ്റും ദേഷ്യമുണ്ട്, സങ്കടമുണ്ടോ എന്നുള്ളത്, എന്തുകൊണ്ടായിരിക്കും ആ ഒരു അങ്ങനെ നമ്മളോട് ഫീൽ ചെയ്യുന്നത്. ഹൈഡ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ എന്റെ പ്രോബ്ലം ആണ്. ഞാൻ ഹൈഡ് ചെയ്യണമെങ്കിൽ അത് ഹൈഡ് ചെയ്യണമല്ലോ, ഹൈഡ് ചെയ്യണമല്ലോ വിചാരിച്ച് ഞാൻ അപ്സെറ്റ് ആയിരിക്കും. ഇതിനെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും. അപ്പൊ ഹൈഡ് ചെയ്യാനേക്കാൾ നല്ലത് അത് അവിടെ എക്സ്പ്രസ് ചെയ്യുന്നതായിരിക്കും. എക്സ്പ്രസ് ചെയ്യുന്നത് വീട്ടിലെ സിറ്റുവേഷൻ മോശമാകും. ഓക്കെ, അങ്ങനല്ലേടാ. ഇപ്പൊ നമുക്കൊരാളോട് എന്താ പറയാ, ഫീല് ദേഷ്യം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ചെയ്ത പ്രവൃത്തിനോട് നമുക്ക് അഭിപ്രായം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? തുറന്ന് പറയും, കാര്യങ്ങളോട് താല്പര്യമില്ല, എന്നോട് നിങ്ങൾ അങ്ങനെ ചെയ്തതിൽ ദേഷ്യമുണ്ട്. നമ്മൾ തുറന്ന് പറയണം, നമ്മളുടെ അഭിപ്രായം അവിടെ പറയാണ്. സോ അങ്ങനെ പറയുമ്പോൾ ഹൈഡ് ചെയ്യുമ്പോൾ നമ്മളുള്ള നെഗറ്റീവ് എനർജി ഉണ്ടാവും. ശരിയാണ്, ഹൈഡ് ചെയ്യണതോട് ആലോചിച്ചിട്ട് നമ്മളത് നമ്മൾ പറയുന്ന സമയത്തും
വായന പോലും അറിയാതെ പോലും വരാൻ പാടില്ലല്ലോ. അങ്ങനെ ഒരു ചിന്ത നമ്മൾ മനസ്സിലാക്കണം. ഇമോഷണൽ സപ്രഷൻ may leads to unusual or negative behavior. Okay, ഇമോഷണൽ അടച്ച് എന്താ പറയാ ഇതിൽ അടക്കി വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്നായിരിക്കും അത് പ്ലാസ്റ്റിക് നെഗറ്റീവ് ബിഹേവിയർ കാരണം. സപ്പോസ് ഞാൻ പറയാറുണ്ട്, ഞാൻ പറഞ്ഞിട്ടുണ്ടോന്ന് അറിയില്ല, ഈ നമ്മുടെ കേരളത്തില് ഹാർട്ട് അറ്റാക്ക് റേറ്റ് ഏറ്റവും കൂടുതൽ സ്ത്രീകളെ കമ്പയർ പുരുഷന്മാരാണ് അല്ലെ. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ നമ്മളുടെയൊക്കെ അമ്മമാരുടെ ജനറേഷനാണ്. കാരണം നമ്മുടെ അമ്മമാരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുള്ളതാണ്, ഈ ആൺകുട്ടിയല്ലേടാ, നീ എന്തിനാ കരയുന്നത്, അല്ലെങ്കിൽ കരയാൻ പാടില്ല, ഈ ആൺകുട്ടിയാണ് കരയാൻ പാടില്ല, ബോൾഡ് ആയിട്ടിരിക്കണം, കരയാൻ പാടില്ല, നീ എപ്പോഴും സ്ട്രോങ് ആവണം. അവൻ സ്ട്രോങ് അല്ല, അവൻ ഇമോഷണലി വീക്ക് ആയിരിക്കും, അവൻ ഇമോഷണലി സ്ട്രോങ് അല്ലായിരിക്കും. പക്ഷെ നമ്മുടെ സൊസൈറ്റി അതേപോലെ തന്നെ നമ്മളുടെ പാരന്റ്സിനൊക്കെ അവൻ സ്ട്രോങ് ആണ് സ്ട്രോങ് ആണ് സ്ട്രോങ് ആണെന്ന് പറഞ്ഞ് ലാസ്റ്റ് ആ ഒരു മനുഷ്യൻ കഴിവല് പോലെയാവും. അപ്പൊ എന്താ സംഭവിക്കുന്നത്, പെട്ടെന്ന് എന്തെങ്കിലും പ്രശ്നങ്ങൾ, എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അവരുടെ ഫാമിലിയോട് ഷെയർ ചെയ്യാം. ഇമോഷണലി എന്തെങ്കിലും പ്രശ്നമോ ഫിനാൻഷ്യലി എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും അവർ ഷെയർ ചെയ്യാം. സോ അവരെന്ത് ചെയ്യും, അത് ഉള്ളിൽ ഒതുക്കി അവരുടെ ഹെൽത്തിനെ, മെന്റൽ ഹെൽത്തിനെ, അതേപോലെ ഫിസിക്കൽ ഹെൽത്തിനെ അഫക്ട് ചെയ്യും. അത് എക്സ്ട്രീം കേസിലേക്കൊക്കെ വരുമ്പോൾ ഇമോഷണൽ സ്ട്രെസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിക്കും അനുഭവിച്ചവർക്ക് മാത്രമേ മനസ്സിലാവുള്ളൂ. ആ ഒരു സ്ട്രെസ് കാരണം അവരുടെ മെന്റൽ ഹെൽത്ത് വളരെ വീക്കായിട്ട് പോകും. ഓക്കെ, നമ്മൾ എക്സ്പ്രസ് ചെയ്യാത്തിടത്തോളം കാലം അവരത് സുഖമായിട്ട് അങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യും മാം, നമ്മൾ പറയാതിരുന്നു. എനിക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ എനിക്ക് ദേഷ്യമായി എന്നുള്ളത് ചിലപ്പോൾ ഞാൻ പറയണ്ട, അവർക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ പറ്റും. ദേഷ്യം എനിക്ക് ഞാൻ പ്രകടിപ്പിക്കും. അവർക്ക് തന്നെ തോന്നും, ആ ഇപ്പൊ ശരിയാവില്ല, ദേഷ്യം പിടിച്ചിരിക്കുകയാണ്, എന്തെങ്കിലും അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും എന്തെങ്കിലും സീൻ ഉണ്ടാവും, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാവും എന്നുള്ളത്. മേ ബി ആ ഒരു വ്യക്തി എന്തായാലും പോയിട്ട് അത് കറക്റ്റ് ആയിട്ട് ക്യാച്ച് ചെയ്യുന്ന രീതിയിൽ ഞാൻ നന്നായിട്ട് എക്സ്പ്രസ് ചെയ്യും. അപ്പൊ അത് എന്റെ ഒരു നേച്ചറാണ്, അങ്ങനെയാണ് ഞാൻ. അപ്പോ നമ്മൾ പറഞ്ഞെന്തായിരുന്നു, കുട്ടികൾ ഇമോഷൻസ് നമ്മുടെ ഇമോഷൻസ് കുറച്ചുകൂടി നല്ല സ്റ്റേബിൾ ആകുന്നത് ആയിരിക്കും. അവര് സോഷ്യലൈസേഷൻ പോസിബിൾ ആകുന്നതിന്റെ ഭാഗമായിട്ടാണ്. കുട്ടികൾ വലുതാവുന്നതിനനുസരിച്ച് അഡ്വാൻസ്മെന്റ് വരുന്നതിനനുസരിച്ച് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് പ്രോപ്പർ ആകും. നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ഡെവലപ്മെന്റ് പോലെ തന്നെ മെന്റൽ ഡെവലപ്മെന്റ് സപ്പോർട്ട് ഇതിന്റെ ഭാഗമാണ്. നമ്മുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് കണ്ടിന്യൂസ് ആയിട്ട് എല്ലാം കണക്റ്റഡ് ആണ്. ഫിസിക്കൽ, മെന്റൽ, സോഷ്യൽ ഡെവലപ്മെന്റ്, ഇമോഷണൽ ഡെവലപ്മെന്റ് കണക്റ്റഡ് ആണ്. സോഷ്യൽ ഡെവലപ്മെന്റിന് വളരെ പോസിറ്റീവ് ഇൻഫ്ലുവൻസ് അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ് ഉണ്ട്. നമ്മൾ ഒരിക്കലും ഇമോഷൻസ് ചെയ്യാൻ പാടില്ല, കാഴ്ച വയ്ക്കാനായിട്ട് പാടില്ല, പ്രകടിപ്പിക്കുക. എന്റെ കുട്ടികളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ഞാൻ പ്രകടിപ്പിക്കും. നാളെ നിങ്ങളോട് ദേഷ്യം തോന്നിക്കഴിഞ്ഞാൽ ഞാൻ വന്നിട്ട് പറയും, എനിക്ക് നിങ്ങളോട് നല്ല ദേഷ്യമുണ്ട്, പക്ഷെ ഞാൻ ക്ലാസ് എടുക്കാൻ അവരെയൊക്കെ കിട്ടാറുണ്ട് നോളാനായിട്ട്. ഹലോ മിസ്സേ, നമ്മൾ ചില സമയങ്ങളിൽ നമ്മൾ ഇമോഷൻസ് കൺട്രോൾ ചെയ്യണ്ടേ? പോസിറ്റീവ്, അതൊക്കെ എന്താ പറയാ, പോസിറ്റീവ് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് മിസ്സിന് ഇപ്പം ദേഷ്യം ഉണ്ടെങ്കിൽ ഞങ്ങളോട് ദേഷ്യപ്പെടുന്നു പറഞ്ഞു, ഞങ്ങൾക്ക് ദേഷ്യം ഉണ്ടെങ്കിൽ മിസ്സിനോട് ദേഷ്യപ്പെടാൻ പാടുണ്ടോ? നമ്മൾ കൺട്രോൾ ചെയ്യണ്ടേ? ഇല്ലടാ, ഞാനിപ്പോ പറയുകയാണെങ്കിൽ ഇപ്പൊ നിങ്ങൾ ചോദിക്കുന്നത് എന്നെ വിഷമിപ്പിച്ചു വിചാരിക്കേ, ഞാൻ പറയും വിഷമായിട്ടോ ഞാൻ നിങ്ങളോട് പറയും. അപ്പൊ എന്നിട്ട് ഞാൻ പറയും കുഴപ്പമൊന്നുമില്ല, നമുക്ക് എല്ലാവർക്കും മിസ്റ്റേക്ക് സംഭവിക്കും, കുഴപ്പമില്ല, ക്ലാസ് എടുക്കാം, കണ്ടിന്യൂസ് ചെയ്യാം. ഇപ്പൊ നമ്മളോട് ഒരാള് എന്ത് ചെയ്തു, എന്തെങ്കിലും മോശമായിട്ടൊരു കാര്യം ചെയ്തിട്ട് നമുക്ക് നമ്മളോട് എന്താ പറയാ ബാഡ്ലി ബിഹേവ് ചെയ്തു, ആ കാര്യം നമ്മൾ അവരോട് പറയണം. നമ്മൾക്ക് വിഷമായി, സങ്കടമായി എന്നുള്ളത് നമ്മൾ ആ കുട്ടികളോട് പറയണം. അല്ലെങ്കിൽ ഇപ്പോ നമ്മളുടെ കസിൻസ് ആവാം, ഫ്രണ്ട്സ് ആവാം, അല്ലെങ്കിൽ പാർട്ട്ണർ ആവാം. നമ്മളൊരു സിറ്റുവേഷനിൽ നമുക്ക് ആ ഒരു സമയത്ത് നമുക്കൊരു ഇപ്പൊ പാർട്ട്ണറിന്റെ കേസാണ് വിചാരിക്കുന്നത്, നമുക്കൊരു അത്രയും നമ്മളെ സപ്പോർട്ട് ചെയ്യേണ്ട ഒരു സിറ്റുവേഷനിൽ നമ്മൾ സപ്പോർട്ട് ചെയ്തില്ല പാർട്ട്ണർ. ആ ഒരു സിറ്റുവേഷൻ നമ്മള് അങ്ങനെ നമുക്ക് ഭയങ്കരമായിട്ട് നമ്മൾ ഫീൽ ആയിട്ടുണ്ട്. അപ്പൊ ആ ഒരു കാര്യം നമ്മളെ ഇതിൽ നിന്ന് ഹൈഡ് ചെയ്യുന്നതിലും നല്ലത് നമ്മളെ തുറന്നു പറയുന്നതായിരിക്കും. തുറന്നു പറഞ്ഞ ആ ഒരു സിറ്റുവേഷൻ എനിക്ക് വളരെ വിഷമമായി, ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല നിങ്ങൾ ആ സമയത്ത് തന്നെ എന്താണ് ഹെൽപ്പ് ചെയ്യേണ്ട ഹെൽപ്പ് ചെയ്യില്ലാന്ന്
അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമ്മളുടെ ഒപ്പം ചിലപ്പോൾ സപ്പോർട്ട് മതിയില്ലേ, നമ്മളുടെ ഒപ്പം ഒരാളുടെ സപ്പോർട്ട് മതിയായിരുന്നു നമുക്ക് കുറച്ച് ആ ഒരു കോൺഫിഡൻസോട് കൂടി ആ ഒരു സിറ്റുവേഷൻ ഓവർകം ചെയ്യാനായിട്ട്. അങ്ങനെ നമുക്ക് സപ്പോർട്ട് തന്നില്ലെങ്കിലോ? അപ്പൊ അത് ഇപ്പൊ ആരായാലും ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം, ഞാനും ചിക്കുമ്പോഴും എന്താണ് സിസ്റ്റേഴ്സ് ആണെന്ന് വിചാരിക്കുക. ആ ചിക്കുമ്പോൾ എന്നോട് പ്രാവശ്യം ഭയങ്കരമായിട്ട് ചൂടായി വിചാരിക്കുക. ആ സിറ്റുവേഷൻ നമ്മൾ ആ ഒരു കാര്യത്തെ കുറിച്ച് പിന്നെ ചിന്തിക്കുന്നില്ല. അത് ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷൻ വന്നത് വളരെയധികം വിഷമം ഉണ്ടാക്കി എന്നുള്ളത് ഞാൻ ചിക്കുമ്പോളോട് പറയണ്ടേ, എങ്കിൽ ചിക്കുമ്പോൾ വീണ്ടും അത് ആവർത്തിക്കില്ലേ? ഓക്കെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നവരാണെങ്കിലേ പറഞ്ഞിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ നമുക്ക് ജസ്റ്റ് നമ്മൾ പറയില്ലേ വെള്ളം ഒഴിക്കുന്ന പോലെ ആവുന്നൊക്കെ. ജസ്റ്റ് ഞാൻ എക്സാമ്പിൾ പറഞ്ഞതാ കേട്ടോ. ഞാൻ നിങ്ങളോട് ക്ലാസ്സിൽ കുട്ടികളോട് ഒരിക്കലും എന്റെ ദേഷ്യം പ്രകടിപ്പിക്കില്ല കേട്ടോ. മിസ്സേ, ഞാൻ അതല്ല പറഞ്ഞത്. നമുക്ക് ദേഷ്യം വരുമ്പോൾ നമുക്ക് ചില സമയത്ത് കൺട്രോൾ ചെയ്യണ്ടേ. ഇപ്പൊ നമ്മുടെ ഓഫീസിൽ വർക്ക് ചെയ്യണം, നമ്മുടെ ഒരു ഓഫീസർ നമ്മളോട് ദേഷ്യം പിടിച്ച് സംസാരിക്കുമോ, നമുക്ക് അയാളോട് നല്ല ദേഷ്യം തോന്നും, അപ്പൊ നമ്മളോട് കൺട്രോൾ ചെയ്ത് നിൽക്കണ്ടേ? അപ്പൊ നമുക്ക് എക്സ്പ്രസ് ചെയ്യാൻ പറ്റത്തില്ലല്ലോ. ചില സിറ്റുവേഷൻ ഇപ്പൊ പറഞ്ഞ ഓക്കെയാണ്. കാരണം നമ്മുടെ സുപ്പീരിയറിന്റെ അടുത്ത് നമ്മള് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്ന സമയത്ത് നമുക്ക് ഭയങ്കരമായിട്ട് പ്രഷറും കാര്യങ്ങളും ഉണ്ടാവും. ആ സിറ്റുവേഷൻസ് നമ്മൾ ആ സ്ട്രെസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്ത് പോലെയാണ് വേണ്ടത്. ചില ടാർജറ്റ് ഒക്കെ ഉള്ള ഗ്രൂപ്പ് ഇതുണ്ടാവില്ലേ, ട്രസ്റ്റ് വരും. ടാർജറ്റ് മീറ്റ് ചെയ്യുന്ന ടൈപ്പ് ജോബുകൾ ചെയ്യുന്നവര് ഈ ട്രസ്റ്റിന്റെ പ്രശ്നം ഒരുപാട് കാണും. IT ജോബുകൾ ചെയ്യുന്ന ആൾക്കാരില്. അപ്പോ അങ്ങനെ വരുമ്പോ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് നമ്മൾ മാക്സിമം ടൈം അല്ലെങ്കിൽ കുറച്ച് നേരം നമ്മൾ ബ്രേക്ക് എടുക്കുന്നത് നല്ലതാണ്. ആ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് 10 മിനിറ്റ് നമുക്ക് വേണ്ടി മാറ്റി ആ സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് പാരഗ്രാഫ് അതിന് വായിക്കോ? എന്നുവെച്ചാൽ ജസ്റ്റ് ഹൈഡ് ചെയ്ത് കുട്ടികളുടെ ഇമോഷൻസ് നമ്മൾ അവരോട് പറയില്ലേ, നീ ആൺകുട്ടിയാണ്, ഇമോഷൻസ് പ്രകടിപ്പിക്കാൻ പാടില്ല, പെൺകുട്ടികൾ ഉറക്കി സംസാരിക്കാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല. കേട്ടിട്ടുണ്ടോ? നമ്മൾ കേട്ടിട്ടുണ്ടാവില്ലേ പെൺകുട്ടികൾ ഉറക്കി സംസാരിക്കാൻ പാടില്ല, വീണ്ടും പുറത്തേക്ക് സൗണ്ട് വരാൻ പാടില്ല, ദേഷ്യപ്പെടാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ നമ്മുടെ ഇമോഷൻസ് എന്തൊക്കെയാണോ ചെറിയ ചെറിയ ഇമോഷൻസ് ആയിരിക്കും, അതെല്ലാം നമുക്ക് ഏകദേശം നമുക്ക് സ്പേസ് അല്ലെങ്കിൽ നമുക്ക് എന്താ പറയാ അങ്ങനെ പ്രകടിപ്പിക്കാൻ പറ്റുന്നവരുടെ അടുത്ത് മാത്രമേ നമുക്ക് പ്രകടിപ്പിക്കാൻ പറ്റുള്ളൂ അല്ലെ? അങ്ങനെയുള്ളവരോട് നമ്മൾ പ്രകടിപ്പിക്കാം. നമ്മൾ വീണ്ടും എന്താണ് എന്റെ ചേട്ടൻ അങ്ങനെയാണ് എന്റെ ചേട്ടൻ. പക്ഷെ ഞാൻ നേരെ തിരിഞ്ഞ, ഞാൻ എല്ലാവരോടും മിണ്ടോ പിടിക്കുകയൊക്കെ ചെയ്യും. ഞാൻ നന്നാവില്ലെന്ന് ചേട്ടന് മനസ്സിലായി. ഇപ്പൊ കുട്ടികളാണെങ്കിലും ഭയങ്കര എന്താ പറഞ്ഞ ഒറ്റയ്ക്കൊന്നും വിടൂല. ഇപ്പൊ മോള് +2 പഠിക്കുക, അപ്പൊ അവളൊക്കെ കൊണ്ടേ വിടും. പക്ഷെ അവർക്ക് അത് ഭയങ്കര സ്ട്രെസ്സാ. പിന്നെ ഞാൻ സപ്പോർട്ട് ഇത്തിരി നിക്കണോണ്ട് കുഴപ്പമില്ല. കൊണ്ടേ വിടണം, കൊണ്ടുവരും, ഒറ്റയ്ക്ക് എവിടെയും വിടത്തില്ല, എല്ലാത്തിനും ഞാൻ കൂടെ പോണം എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഓവറാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മുടെ സൊസൈറ്റി വിശ്വസിക്കാൻ പറ്റില്ല. കെയറിങ് ആണ്, പക്ഷെ പിള്ളേർക്ക് സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ അവർക്കും എല്ലാം വരുമെന്ന് പേടിയാ മിസ്സേ. നമ്മള് പോണതിന് മുമ്പ് പിള്ളേർക്കും എല്ലാം വരുമെന്ന് സത്യമാണ് എനിക്ക് പേടിയാ. ഓക്കെ, മാക്സിമം നമ്മൾ കുട്ടികൾക്ക് സ്ട്രെസ് കൊടുക്കാതിരിക്കാനായിട്ട് ശ്രമിക്കാം. അത് ഒട്ടും പറഞ്ഞില്ലേ മിസ് പറഞ്ഞില്ലേ, എത്ര പറഞ്ഞു കൊടുത്താലും കുടം കമിഴ്ത്തി വെള്ളം ഒഴിക്കണേന് തുല്യ. ആ പറയണ ഒരു ദിവസം കഴിഞ്ഞ് പിറ്റേ ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം പിന്നെ അതേപോലെ തന്നെയാവും. ഞാൻ പറയാം എന്തിനാ ഇത്ര, നമുക്ക് എന്തായാലും വരാനുള്ളത് വരും എന്ന് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടും പിന്നെ അങ്ങനെ തന്നെ ഞാൻ പറയണതാണ്. ആൾക്കാര് ചിലവര് മാറത്തില്ല, ചെലവനുള്ളവര് മാറത്തില്ല. പിന്നെ പക്ഷെ ഇപ്പൊ എന്റെ ചേട്ടന്റെ സ്വഭാവം പറയണെങ്കിൽ ഇപ്പൊ ഏജ് ആവണനുസരിച്ചും ഇപ്പോഴത്തെ ഇത് മാറുന്ന അനുസരിച്ചും നമ്മള് പിന്നെ ഇങ്ങനെ പുറകെ നടന്ന് ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കണോണ്ട് മാറണുണ്ടെന്ന് വെച്ചാൽ കുറച്ച് മാറും, പിന്നെ അങ്ങോട്ട് അതേ നിലയിൽ തന്നെ പോണ്. മനസ്സിലായ? ആള് മാറണമെന്നുണ്ട്, പക്ഷെ പുള്ളിക്ക് അത് പറ്റണില്ല. ഇങ്ങനെയാണ് മോണ്ടിസോറിയുടെ ഒരു കോട്ട് അല്ലെങ്കിൽ ഒബ്സർവേഷൻ ഉണ്ട്. റീൽസ് എന്ന് പറയുന്നത് ഇമോഷൻ ഡെവലപ്പ് ചെയ്യാനായിട്ടില്ല, നമ്മളുടെ സ്പീഷീസിന്റെ. പക്ഷെ കുട്ടികൾ അങ്ങനെയല്ല. മിസ് ഇടയ്ക്കിടയ്ക്ക് കട്ടായി പോണുണ്ട് മിസ് പറയണത്, ചില വാക്ക് വേർഡ്സ് ഒക്കെ കട്ടായി പോണുണ്ട്. ഓക്കെ, ഇനിയും
ഇനി ഇങ്ങനെ കട്ടായി പോവാണെങ്കിൽ പറയണോ കേട്ടോ. ഓക്കെ. ഓക്കെ. അപ്പോ നമ്മള് മുതിർന്നവരുടെ ഇതിൽ നമുക്ക് തിരുത്താനായിട്ട് ഒത്തിരി തിരുത്താനൊന്നും പറ്റില്ല. പക്ഷെ കുട്ടികളെ നമുക്ക് കറക്റ്റ് ആയിട്ട് പോളിഷ് ചെയ്തെടുക്കാൻ പറ്റും. അവർ ഡെവലപ്പ് ചെയ്യുന്ന ടൈമാണ്. അപ്പൊ അവരെ ഓരോ ഇമോഷൻസും ഇങ്ങനെ പ്രകടിപ്പിക്കണം. അപ്പൊ ദേഷ്യം എന്ന് പറയുന്നത് ഒരു നെഗറ്റീവ് ആയിട്ടുള്ള ഇമോഷനാണ്. അത് നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ കുറച്ച് സൈലന്റ് ആവാം. ചില ആൾക്കാർ, ചില കുട്ടികൾ ഭയങ്കരമായിട്ട് കാമായിട്ട് പ്രതികരിക്കുന്ന രീതിയുണ്ട്. ചില കുട്ടികൾ എന്താണ് അത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. ഇമോഷണേഷൻ വന്നു കഴിഞ്ഞാല് അവർ ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്ത് പ്രകടിപ്പിക്കുന്ന ആൾക്കാരുണ്ട്. പക്ഷെ നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കാം, അതൊരു മോശമായിട്ടുള്ള രീതിയിലല്ല, അല്ലാത്ത രീതിയിൽ നമുക്ക് പ്രകടിപ്പിച്ചുകൂടെ. നെഗറ്റീവ് ആവാത്ത രീതിയിൽ നമുക്ക് ദേഷ്യം ഉണ്ടെന്നുള്ള കാര്യം പ്രകടിപ്പിക്കാനായിട്ട് പറ്റും. ഞാൻ പ്രകടിപ്പിക്കുന്ന പറഞ്ഞാല് ഞാൻ പറഞ്ഞില്ലേ, എന്റെ ഫേഷ്യൽ എക്സ്പ്രഷനിലൂടെ അല്ലെങ്കിൽ മുഖത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും എനിക്ക് അവരോട് ദേഷ്യമാണ് എന്നുള്ളത്. അത് ഞാൻ പ്രകടിപ്പിക്കാറുണ്ട്. ഇപ്പോ നമ്മുടെ കൊളീഗ്സ് ആണെങ്കിലും ഇവിടെ വർക്ക് ചെയ്യുന്നവരാണെങ്കിലും നമുക്ക് ദേഷ്യം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ചില സിറ്റുവേഷനിൽ എപ്പോഴും ദേഷ്യം ഒന്നും അറിയാലോ, എപ്പോഴും പ്രാവശ്യമൊക്കെ ഭയങ്കര വലിയ ദേഷ്യം വന്നാ വന്നു. അപ്പൊ അങ്ങനെ വന്നു കഴിഞ്ഞാല് അത് ഞാൻ പ്രകടിപ്പിക്കും. കുറച്ച് നാളത്തേക്ക് അത് അങ്ങനെയായിരിക്കും. ദേഷ്യം ഉണ്ടെങ്കിൽ അതങ്ങനെ പ്രകടിപ്പിക്കുക തന്നെ വേണം. പിന്നെ ആ ഒരു സിറ്റുവേഷൻ അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് അങ്ങനെ ഒരു ബാഡായിട്ടുള്ള ഫീലിംഗ് വന്നു കഴിഞ്ഞാല് അത് ഹൈഡ് ചെയ്യാൻ എനിക്ക് അറിയില്ല, എന്റെ പ്രശ്നമായിരിക്കാം. പേഴ്സണലി എന്റെ പ്രശ്നമാണ്, ഹൈഡ് ചെയ്യാൻ അറിയില്ല. ഇമോഷൻസ് എന്താണോ അത് ഞാൻ പ്രകടിപ്പിക്കുക തന്നെ ചെയ്യും. ഓക്കെ. എന്റെ മോളും ചേട്ടനും തമ്മിൽ മിണ്ടത്തില്ല. വഴക്കൊന്നുമല്ല, ഇതുപോലെ എന്തെങ്കിലും എപ്പോഴും ഉപദേശം മാത്രം കൊണ്ടുപോകുമ്പോഴത്തേക്കും മിസ്സേ മിണ്ടത്തില്ല. ഒരു വണ്ടിയുടെ പുറകെ പോകണമെങ്കിലും ഒന്നും മിണ്ടൊന്നുമില്ല. കൊണ്ടുവന്ന് വിടും, പോകും. മനസ്സിലായോ? ഒരു അറ്റാച്ച്മെന്റ് ഇല്ല ചേട്ടന് കുട്ടികളായിട്ട്. പക്ഷെ ഭയങ്കര കെയറിങ് ആണ്. പക്ഷെ അങ്ങനെ വന്നിട്ട് കാര്യമില്ല. പണ്ടത്തെ ജനറേഷനിലെ ആൾക്കാര് സെക്ഷൻ കാണിക്കാത്തതായിരിക്കും. ഹസ്ബൻഡിന്റെ വയസ്സായി ഇപ്പൊ 49 വയസ്സായി മിസ്സേ. അതുകൊണ്ടാണ്. കാരണം അവരുടെ അഫെക്ഷൻ ചില പഴയ ചിന്താഗതികൾ നമ്മൾ കൂടുതൽ വാത്സല്യം കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കുട്ടികള് എന്താ പറയാ, അവര് ഭയങ്കരമായിട്ട് എന്താ പറയാ വഴിതെറ്റി പോകുമോ, അല്ലെങ്കിൽ കൂടുതലായിട്ട് നമ്മളെ കെയർ അല്ലെങ്കിൽ പ്രോപ്പർ ആയിട്ട് അവർ വന്നില്ലെങ്കിലോ എന്ന് വിചാരിച്ച് ചിലപ്പോ അവര് ആ ഒരു ഇമോഷൻ അല്ലെങ്കിൽ അഫെക്ഷൻ അവർ ഹൈഡ് ചെയ്യുന്നുണ്ടെങ്കിലോ. അത് തന്നെയാണ് മിസ് സംഭവം. തന്നെ എന്നോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഞാൻ പറയണത് അവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യുമ്പോഴല്ലേ പിള്ളേര് നമ്മളോട് എല്ലാം തുറന്നു പറയും, പിടിക്കുകയൊക്കെ ചെയ്യത്തുള്ളൂ. അവരെ സ്ട്രിക്റ്റ് ആയിട്ട് നോക്കണ കാണുമ്പോ അവരൊന്നും പറയത്തില്ല, എല്ലാം ഹൈഡ് ചെയ്യാനൊക്കെ ശ്രമിക്കത്തില്ലേ. ചിലപ്പോ ആ കുട്ടി മോന്റെ ഹസ്ബൻഡ് വളർന്നു വന്ന സാഹചര്യത്തില് കറക്റ്റ് ആയിട്ടുള്ള വാത്സല്യം കിട്ടാതെ വളർന്നു വന്ന വ്യക്തിയാണെങ്കിലോ. അതെ, അല്ല അതൊക്കെ തന്നെയാണ്. നമ്മളൊരു ആൾ ഇങ്ങനെ പറയുമ്പോ ആള് വളർന്നു വന്ന സാഹചര്യം, അവരുടെ ഇമോഷണൽ ഡെവലപ്മെന്റ്, സോഷ്യലൈസേഷന്റെ ടൈം കാര്യങ്ങളൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യണം. എങ്ങനെയുള്ള സാഹചര്യത്തിലൂടെ വന്നത്, ആ ഒരു വ്യക്തി ഇങ്ങനെ ആവാനായിട്ടുണ്ടായ കാരണം എന്താണ്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കിയിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം. മിസ്സേ ഞാൻ അക്സെപ്റ്റ് ചെയ്യും. ഇപ്പോഴത്തെ തലമുറയിലുള്ള പിള്ളേരുടെ കാര്യം പറയണം, അവർക്കത് താങ്ങാൻ പറ്റണില്ല ഓരോ കാര്യങ്ങള്. നമ്മളിപ്പോ എത്ര സപ്പോർട്ട് ചെയ്താലും അച്ഛൻ വളർന്നു വന്ന സാഹചര്യത്തിലല്ലോ നിങ്ങൾ വളരുന്നത്. ആ സാഹചര്യവും പറഞ്ഞുകൊണ്ട് വരും മിസ്സേ. എന്നിട്ട് ഇപ്പം ആ സാഹചര്യം ഇവരോട് പറഞ്ഞുകൊണ്ട് വരും. സമയം കിട്ടിയാൽ നല്ലത് പറയത്തില്ല, എന്തെങ്കിലും ജോളിയായിട്ട് സംസാരിക്കത്തില്ല. ഈ വളർന്നു വന്ന സാഹചര്യവും കഷ്ടപ്പെട്ട ചരിത്രം പറഞ്ഞ തന്നെ ജനിച്ചപ്പോ പോലെ പറഞ്ഞ് പിന്നെയും പറയുമ്പോ ഇവർക്ക് ഇത് കേട്ട് കേട്ട് ഇതായിരിക്കണല്ലേ. അതുകൊണ്ട് പുള്ളിയുടെ മുമ്പിലോട്ടേ വരത്തില്ല. അച്ഛൻ വന്നു പറഞ്ഞാൽ റൂമിന്റെ ഉള്ളിലിരുന്ന് പഠിക്കും. ഞാനാണ് ഒന്ന് വന്ന് നോക്കും, മോളെ അച്ഛൻ വന്ന് ഒന്ന് ചിരിച്ച് കാണിച്ചിട്ട് പോന്ന് പറഞ്ഞിട്ട് ഞാൻ ഇങ്ങനെ പറയണേ മിസ്സിനോട്. അങ്ങനെ ഉണ്ട് മിസ്സേ ഓരോരുത്തരുടെ വീട്ടിലെ അവസ്ഥ. അപ്പൊ നമ്മള് മിസ് പറഞ്ഞില്ലേ ദേഷ്യം, അപ്പൊ എനിക്കെല്ലാം കൂടി പ്രഷറായിരിക്കും. ചിലപ്പോ മക്കളും അച്ഛനും ഒക്കെ കൂടി ആവുമ്പോ നമുക്ക് നല്ല പ്രഷറാണ്. പക്ഷെ ഞാൻ എല്ലാവരോടും ഇപ്പം ചില സമയത്ത് ഇപ്പൊ മിസ് പറഞ്ഞ പോലെ മുഖം വീർപ്പിച്ച് ഞാനും നടന്ന് കാണിക്കും. പുറത്ത് പിന്നെ ഞാൻ ഒരിക്കലും ഇതുവരെ അങ്ങനെ ഷൗട്ട് ചെയ്യേണ്ട അവസ്ഥ വന്നിട്ടില്ല. അല്ല, ഞാൻ മിസ്സിനോട് പറയണേണ്. ഇപ്പൊ മിസ് ക്ലാസ് എടുക്കുമ്പോ എന്റെ ഓരോ അനുഭവങ്ങൾ എനിക്ക് ഓർമ്മ വന്നോണ്ട് കയ്യോടെ പറഞ്ഞതാട്ടാ. ഓക്കെ. ചില പാരന്റ്സിനുള്ളതാണ് ഈ അഫെക്ഷൻ കാണിക്കാതെ വളർത്തുന്നത്. അപ്പൊ നമ്മള് എന്നെ സംബന്ധിച്ചാണെങ്കിൽ ഇപ്പൊ മോന്റെ ഹസ്ബൻഡിന് കുട്ടികളോടുള്ളത് അഫെക്ഷൻ തന്നെയാണ്, കെയർ തന്നെയാണ്. പക്ഷെ അത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല. ഞാൻ ലവിങ് ആണ്, ഞാൻ കെയറിങ് ആണ്, അഫെക്ഷനേറ്റ് ആണ് എന്നുള്ളത് മറ്റുള്ളവർക്ക് ഹൈഡ് ചെയ്യുമ്പോൾ ആൾക്ക് എന്തായാലും ഇമോഷണലി അത് അഫക്ട് ചെയ്യുന്നുണ്ടാവും. കാരണം
ചിലപ്പോ ആൾക്ക് വിടണമെന്നുണ്ടാവും. ഇപ്പൊ പുറത്ത് ഇപ്പൊ കുളത്തിലൊക്കെ എന്ന് പറഞ്ഞില്ലേ, അപ്പോ എക്സ്പ്രഷനും കാര്യങ്ങളും ട്രിപ്പൊക്കെ ടൂറൊക്കെ പോകുമ്പോൾ വിടണമെന്നുണ്ടാവും. പക്ഷെ പിന്നെയും ആ ഒരു വ്യക്തിയുടെ മനസ്സിലേക്ക് വരുമ്പോ ഈ ഒരു മോൾ അവിടെ പോയി കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും, കംഫർട്ടബിൾ ആയിരിക്കുമോ, അല്ലെങ്കിൽ അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള കെയർ കിട്ടുമോ, ടീച്ചേഴ്സിന് ശ്രദ്ധിക്കാൻ പറ്റുമോ, നമ്മുടെ വീട്ടിൽ കൊടുക്കുന്ന പോലെ കെയർ കൊടുക്കാൻ പറ്റുമോ, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും. അങ്ങനെ മനസ്സിലൂടെ അങ്ങനെ കടന്നു പോകും. അതുകൊണ്ടായിരിക്കും ഈ ഒരു ഈ ഒരു കൺട്രോളും കാര്യങ്ങളും വരുന്നത്. ചിലപ്പോ അല്ലെങ്കിൽ ചെറുപ്പത്തിലെ എന്തെങ്കിലും ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസിലൂടെ കടന്നു വന്ന ആളാണെങ്കിലോ അങ്ങനെ അങ്ങനെ വരാനുള്ള ചാൻസ്, ഈ ഓവർ കെയറിങ് കാര്യങ്ങളൊക്കെ വരുന്നെങ്കിൽ അവർക്ക് എന്തെങ്കിലും എന്താ പറയാ മനസ്സിൽ വിഷമം തോന്നുന്ന സിറ്റുവേഷനിലൂടെ കടന്നു പോയ ഒരാളായിരിക്കാം. അപ്പോ നമ്മള് സംബന്ധിച്ച് മനസ്സിലാക്കാം. പക്ഷെ എന്താണ്, ആരെങ്കിലും ഒന്ന് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഇടയ്ക്കെങ്കിലും എന്താണ് പിള്ളേരോട് ഇങ്ങനെ പ്രശ്നം എന്താണ് സംസാരിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ സംസാരിക്കുക. കുട്ടികളോട് പെട്ടെന്ന് അടുക്കണമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറയില്ല. നിങ്ങൾ തന്നെ കൂടുതൽ സംസാരിപ്പിക്കുക, സംസാരിക്കുക നന്നായിട്ട്. അപ്പൊ ഒന്നും മിണ്ടാത്ത ഒരാളാണെങ്കിൽ പോലും എന്തൊക്കെയുണ്ട്, ഓഫീസിൽ എങ്ങനെ ഉണ്ടായിരുന്നു, വർക്ക് എങ്ങനെ ഉണ്ടായിരുന്നു, ഓക്കെ ആണോ, വേറെ എന്തെങ്കിലും പ്രശ്നമുണ്ട്, ഇപ്പൊ പെട്ടെന്ന് ടെൻഷനൊക്കെ ആയിട്ട് നമുക്ക് തോന്നുകയാണെങ്കിൽ ജസ്റ്റ് നമ്മളൊന്ന് ചോദിച്ചാൽ മതി, ഓക്കെ ആണോ, വേറെ പ്രശ്നമൊന്നും ഇല്ലാലോ, എന്തെങ്കിലും ഉണ്ടോ ചോദിക്കുമ്പോൾ ചിലപ്പോ ഒരു സപ്പോർട്ട് നമ്മളുടെ ഭാഗത്ത് കൊടുക്കുമ്പോ ആളുകളിൽ കുറച്ച് മാറ്റമൊക്കെ വരുമെന്ന് വിചാരിക്കുന്നു. സപ്പോർട്ടൊക്കെ കൊടുക്കാറുണ്ട് ഇതുപോലെ, പക്ഷെ അപ്പൊ തന്നെ പൊട്ടിത്തെറിക്കും. അതിനും ഭേദം മിണ്ടാണ്ടിരിക്കണേ നല്ലതെന്ന് തോന്നും. എന്നിട്ട് പിന്നെ പുള്ളിക്ക് തോന്നും ഷൗട്ട് ചെയ്തൊക്കെ ഭയങ്കര ഇതാന്ന്, പിന്നെ ഇതാവും. പക്ഷെ നമുക്ക് ആ സമയത്ത് പക്ഷെ നമുക്ക് നല്ല കേട്ടാവുമല്ലോ. ഞാൻ പറയണേണ്. മാറ്റാൻ പറ്റില്ല, കുഞ്ഞുനാളിലേ ഉള്ളത് നമുക്ക് ഒരിക്കലും മാറ്റാൻ പറ്റത്തില്ല. അതെ, നമ്മൾ ഡയലോഗ് പറയില്ലേ, മുതിർന്നു കഴിഞ്ഞാൽ ബർത്ത്ഡേ നമുക്ക് ചേഞ്ച് ചെയ്യാനായിട്ട് പറ്റില്ല, പക്ഷെ നമുക്ക് കുട്ടികളിൽ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമ്മളുടെ അടുത്തേക്ക് വരുന്നത് കുഞ്ഞു കുട്ടികളാണ്, 3 to 6 years വരെയുള്ള കുട്ടികളാണ് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നത്. അപ്പൊ ആ കുട്ടികളിൽ നമുക്ക് ക്യാരക്ടറിനും അല്ലെങ്കിൽ ഇമോഷൻസ് എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതിലൊക്കെ നമുക്ക് ചെയ്യുന്ന കാര്യങ്ങൾക്ക് വരുത്താൻ പറ്റും. നേരത്തെ ഇല്ല മിസ്, എന്നെ പുറത്ത് വിടില്ലായിരുന്നേ, വിടൂല്ലായിരുന്നു, എവിടെയും വിടൂല, നമ്മുടെ കൂടെ അല്ലാണ്ട്. ഇപ്പൊ എന്തെങ്കിലും പറയുമ്പം അമ്മേനെയും കൂട്ടിക്കൊണ്ടുപോകുന്ന എന്നോട് പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞു, ഞാൻ 2 പിള്ളേരുടെ അമ്മയല്ലേ, ഇനി ഞാൻ അവരെ കൂട്ടിക്കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് ഇപ്പോഴാണ് അങ്ങനെ ഞാൻ മക്കളെയും കൊണ്ട് പുറത്തിറങ്ങാൻ തുടങ്ങിയേക്കണേ. ഇപ്പൊ കുറച്ചാളൊക്കെ ആയിട്ട് മനസ്സിലായ. മാറിയാന്ന് ചോദിച്ചാൽ മാറിയെന്ന് പറയാൻ പറ്റില്ല. ഞാനിപ്പോ സ്ട്രിക്റ്റ് ആയിട്ട് പറഞ്ഞ് ഞാനായിട്ട് തന്നെ പോണതാണ് ഇപ്പൊ. മനസ്സിലായി, അവര് മാറൂല, ഞാൻ മിസ്സിനോട് പറഞ്ഞത്. ഇപ്പൊ ഈ കോഴ്സ് ചെയ്യുമ്പോഴാണെങ്കിലും ഓൺലൈനിലൊക്കെ പറഞ്ഞ പുള്ളിക്ക് പേടിയാ, ഓൺലൈനില് ശരിയല്ല അങ്ങനെയാണ് ഇങ്ങനെയാന്ന് പറയും. പിന്നെ ഞാൻ എന്റെ ഒരു വാശിയിൽ ചേർന്നേക്കണേണ്. മിസ്സേ, മഞ്ജുവിന്റെ ഹസ്ബൻഡ് മാറില്ല. കാരണം എന്റെ ഹസ്ബൻഡിന്റെ ഫാദർ ഇതുപോലെയാണ്. അതായത് എന്റെ ഹസ്ബൻഡിന്റെ മദറിന് 63 വയസ്സായി, ഇപ്പൊ പോലും അവരെ ഒറ്റയ്ക്ക് വെളിവിടില്ല. അതുകൊണ്ട് ആ ക്യാരക്ടർ ഉള്ളവർ മാറത്തില്ല. നമ്മൾ മാറുക, നമ്മളെ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക, അതേ പറ്റത്തുള്ളൂ. മക്കളോട് പറഞ്ഞു കൊടുക്കുക. ആ ക്യാരക്ടർ നമ്മൾ പറയുന്നത് ചെയ്യരുത്. ഞാൻ കേട്ടിട്ടുണ്ടോ? അതെ, ഞാനിങ്ങനെ യൂട്യൂബിൽ ഇങ്ങനെ വെറുതെ ഇങ്ങനെ കേട്ടോണ്ടിരിക്കുമ്പോ കേട്ടായിരുന്നു. ലാസ്റ്റ് പറഞ്ഞപ്പോൾ ആലോചിച്ചത് പിന്നെ അവരെ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അഡൽട്ടിനെ നമുക്ക് മാറ്റാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ കുട്ടികളെ ചേഞ്ച് ചെയ്യുന്നതിനേക്കാളും ഒരുപാട് എഫേർട്ടും ടൈമും ആവശ്യം വേണം. അതിനേക്കാൾ നല്ലത് കുട്ടികളില് മാറ്റത്തെ വരുത്താൻ പറ്റും. ഞാനിപ്പ എന്നിട്ട് ഇപ്പൊ ഇവളോട് പറയും, നീ എന്തെങ്കിലും ജസ്റ്റ് അങ്ങനെ പറഞ്ഞു കൊടുക്കണോണ്ട് ഇപ്പൊ ജസ്റ്റ് ഇങ്ങനെ ഇവളായിട്ട് മിണ്ടുന്നുണ്ട്. എന്നാലും പുള്ളി അങ്ങനെ മിണ്ടൂല. പിന്നെ അച്ഛൻ മൈൻഡ് ചെയ്യാനുള്ളതുകൊണ്ട് ഇവളും അങ്ങനെ വലിയ എന്നോട് മിണ്ടാൻ നേരമില്ല, എനിക്കും മിണ്ടാൻ നേരമില്ല. പിന്നെ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ എല്ലാം എന്നോട് പറയത്തുള്ളൂ, എന്നിട്ട് ഞാൻ പറയണം. അപ്പോഴും പിന്നെ ഞാൻ പറയില്ലെന്ന് പറഞ്ഞാൽ അവൾ എന്നോട് വഴക്കടിക്കും. അതിനും അത് രണ്ടുപേരുടെ ഇടയിൽ നമ്മളിങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ മിസ്സിന് അവര് മാറില്ല. പിന്നെ ദേഷ്യം എന്ന് പറഞ്ഞാ ഭയങ്കര ദേഷ്യമോ, ഈ പറഞ്ഞ പോലെ അല്ല. ഇപ്പൊ ടീച്ചർ പറഞ്ഞ പോലെ ദേഷ്യമൊന്നും ഒട്ടും കൺട്രോൾ ചെയ്യില്ല. എന്റെ ചേട്ടനെ കേട്ടോ, ഞാനൊക്കെ കൺട്രോൾ ചെയ്യും. ചേട്ടന് ഒന്നും പറഞ്ഞാൽ രണ്ടിന് പുറത്തു പോലും കൊണ്ടുപോകാൻ പറ്റില്ല മിസ്സേ. ആരെങ്കിലും എന്തെങ്കിലും ചെയ്തെന്ന് പറഞ്ഞ് അവിടെ പോയി അടി ഉണ്ടാക്കും. ഇപ്പോഴത്തെ കാലഘട്ടം അറിയാല, 2 പിള്ളേരൊക്കെ തമ്മിൽ അടുത്തിക്കണുണ്ടെങ്കിൽ കണ്ട ഇതാണ് പുറത്തു വരാത്തെന്ന് പറഞ്ഞ് നമ്മളെയും പുറത്തു കൊണ്ടുപോകില്ല. അങ്ങനെയാണ്.
ജനറേഷൻ ആണ്, പഴയ ജനറേഷൻ ആണ്, അവരിനി മാറ്റാൻ പറ്റില്ല. നമുക്ക് നമ്മുടെ കുട്ടികളെ ഞാൻ പറഞ്ഞതാണ് മിസ്സിനോട്. പറയാം, ഇങ്ങനത്തെ ലോകം പുറത്തെത്തിക്കാൻ നല്ല ഫ്രീഡം ഉള്ളത്, നന്നായിട്ട് പഠിച്ചിട്ട് കഴിഞ്ഞ് ജോലിയൊക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഫ്രീഡം നല്ല രീതിയിൽ എൻജോയ് ചെയ്യാൻ പറ്റും. സ്വന്തം കാലിൽ നിൽക്കാനായിട്ട് നോക്കുക. നമുക്ക് മെയിൻ ആയിട്ട് നമ്മൾ അതാണ് ഫോളോ ചെയ്യേണ്ടത്. കുട്ടികളോട് പറയാൻ പറ്റും, കുട്ടികളോടും കുട്ടികളോട് പ്രത്യേകിച്ച് നിങ്ങൾ പഠിച്ച് നല്ലൊരു ജോലി വാങ്ങിക്കുക, സ്വന്തം കാലിൽ നിൽക്കുക, സ്വയം ഏൺ ചെയ്യുക. അതാണ് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം. നമുക്ക് ഒന്നും ഏൺ ചെയ്യാനായിട്ടില്ല, അല്ലെങ്കിൽ നമ്മൾ വളരെ എന്താ പറയാ സ്വന്തമായിട്ട് ഒന്നും ചെയ്യാനില്ലെങ്കിൽ മറ്റുള്ളവർ നമ്മൾ എന്താ പറയാ നമ്മൾ ഇങ്ങനെ അടങ്ങി വാഴ അങ്ങനെയൊക്കെ ഉള്ള ചിന്തായിരുന്നു. സോ നമ്മുടെ ഫ്രീഡം നമ്മുടെ കയ്യിലാണ്. നമ്മൾ ആർക്കും വേണ്ടി ചെയ്യണ്ട ബ്രേക്ക് ആയി പോണ്ട് വോയിസ്. ആണോ? ഓക്കെ, കുഴപ്പമില്ല. പക്ഷെ ചേട്ടനെ കണ്ട ആരും അങ്ങനെ പറയത്തില്ല കേട്ടോ, ഇങ്ങനത്തെ സ്വഭാവമാണെന്ന്. ഡബിൾ റോളാ. നമ്മുടെ മുമ്പിൽ മാത്രം അങ്ങനെയുള്ളൂ, ഫാമിലിയുടെ ഉള്ളിൽ. പുറത്തു പോകുമ്പോ പക്കയാ. ഇതുപോലെ ഒരു തങ്കപ്പെട്ട മനുഷ്യൻ വേറെ ഉണ്ടാവത്തില്ല. ആ പാരഗ്രാഫ് വായിച്ചില്ലല്ലോ, ചിൽഡ്രൻസ് ഓഫ് ഡിഫറെന്റ് ഏജ് എന്നുള്ളത്. റീഡ് ചെയ്തോ? ഇല്ല മാം, ഇല്ല ഇല്ല. അതൊന്ന് വായിച്ചോട്ടാ, ഒരാളൊന്ന് വായിക്കുകയാണെങ്കിൽ. Okay. Children of different age groups show the same emotions differently. With advancing age and acquisition of verbal skills, many emotional reactions tend to be hidden and become substitute expressions, for example, mannerism to irate. Along with physical and mental development, a process of socialization happens. The positive influences of school situations such as game, lessons, teachers' personal impact, and emulation of colleagues constantly work on a child socializing his emotional expressions. Concealment of emotion in certain cases may prove more painful and harmful to a child. A child, when emotionally aroused, adds to his burden by trying to conceal it. His actions may become crude and funny, inviting ridicule from others. In extreme cases, it may affect his health. നമ്മൾ പറഞ്ഞത് ഡിഫറെന്റ് ഇമോഷൻസ് കുട്ടികൾ ഡിഫറെന്റ് രീതിയിലാണ് നമ്മൾ പ്രകടിപ്പിക്കുന്നത്. അതേപോലെ തന്നെ സെയിം ആ ഒരു ഇമോഷന്റെ അതേ രീതിയിൽ തന്നെ അത് പ്രകടിപ്പിക്കണമെന്നില്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ള എക്സ്പ്രഷനിലൂടെ ആയിരിക്കും അവർക്ക് പ്രകടിപ്പിക്കുന്നത്. പിന്നെ സോഷ്യലൈസേഷനിലൂടെ ഇമോഷൻ ഡെവലപ്മെന്റ് പോസിബിൾ ആകുന്നുണ്ട്. നമ്മുടെ ഇമോഷൻസ് മറച്ചു വെക്കും, കുട്ടികൾക്കൊക്കെ ബേർഡനാണ്. പറയുന്നത് ആൺകുട്ടിയാണ് പാമ്പുകളാണ്, അവരുടെ കരയാൻ പാടില്ല, സങ്കടം വരാൻ പാടില്ല എന്നൊന്നും പറയരുത്. അപ്പൊ അവരത് ഇമോഷൻ എന്ത് ചെയ്യുമ്പോ മാറ്റി മറിച്ച് വെക്കുമ്പോ അവരുടെ മൈൻഡിന് അല്ലെങ്കിൽ അവരുടെ ഒരു സ്ട്രെസ്സാണ് അവർക്ക് വരുന്നത്. ആ ഒരു സ്ട്രെസ് അവരുടെ ഹെൽത്തിനെ ബാഡ്ലി അഫക്ട് ചെയ്യാനായിട്ട് കാരണമാകും. നെക്സ്റ്റ് ഇമോഷൻ ആണ്, നല്ലൊരു പോസിറ്റീവ് ആയിട്ടുള്ള ഇമോഷൻ ആണ്. നമുക്ക് എല്ലാവർക്കും നമ്മുടെ കുട്ടികളോടൊക്കെ തോന്നുന്ന അതേ ഇമോഷൻ അഫെക്ഷൻ എന്ന് പറയുന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ്. ഹ്യൂമൻ ഇമോഷനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമോഷൻ ആണ് അഫെക്ഷൻ എന്ന് പറയുന്നത്, അല്ലെ? വാത്സല്യം, അല്ലെ? ശരിക്കും പറഞ്ഞാൽ കുട്ടിയുടെ ഡെവലപ്മെന്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് ആണ് വാത്സല്യം. പറയുമ്പോൾ നമ്മുടെ അമ്മനെ കുറിച്ച് നമുക്ക് എല്ലാവർക്കും ഓർമ്മ, നമുക്ക് സ്നേഹവും കാര്യങ്ങളൊക്കെ നമുക്ക് ഓർമ്മയില്ലേ? സപ്പോർട്ടും കാര്യങ്ങളും ചെയ്തു. ക്ലിയർ ആവണില്ല, ബ്രേക്കായിട്ടാ കേട്ടോണ്ടിരിക്കണേ. എല്ലാവർക്കും അങ്ങനെയാണെന്ന് എനിക്കറിയില്ല. അങ്ങനെയാണോ? ഓക്കെ, ഒരു മിനിറ്റ് കേട്ടോ, ഞാൻ ഒന്നും കൂടി സൗണ്ടിൽ ഉറക്കി പറയാൻ വേണ്ടി നോക്കാം കേട്ടോ. ഇപ്പോഴും ബ്രേക്ക് ആയിട്ട് തന്നെ കേൾക്കണേ? ഇപ്പൊ ക്ലിയർ ആണ് മാം. ക്ലിയർ ആണ്. ഓക്കെ, ഞാൻ നോക്കാം. അല്ലെങ്കിൽ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഇപ്പൊ ടൈം തയ്യാറായിട്ടുണ്ടല്ലോ. ഇനിയിപ്പോ നമ്മളവരെ വിളിച്ചിട്ട് കാര്യം ഉണ്ടാവില്ല എന്ന് തോന്നുന്നു. ഓക്കെ, എല്ലാവരും ഒന്ന് മ്യൂട്ട് ആവാ കേട്ടോ. ഓക്കെ,
അപ്പോ എല്ലാവരും മ്യൂട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇമോഷൻ അല്ലെങ്കിൽ അഫെക്ഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും നമ്മുടെ അമ്മമാരെ ഓർമ്മ വരും അല്ലെ. അപ്പോ ഒരു കുട്ടിയുടെ നല്ലൊരു എഡ്യൂക്കേഷൻ ആയാലും എല്ലാ കാര്യത്തിലും ഈ ഒരു അഫെക്ഷൻ എന്ന് പറയുന്ന ഇമോഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. അഫെക്ഷൻ വേണോട്ടാ എല്ലാവരോടും, കുട്ടികളോട് എന്ത് വേണം, അഫെക്ഷൻ വേണം. പക്ഷെ അഫെക്ഷൻ ഓവർ ആവാൻ പാടില്ല, ഒരുപാട് വാത്സല്യം ആവാൻ പാടില്ല. കാരണം വാത്സല്യം കൂടിക്കഴിഞ്ഞാൽ നമ്മൾ അവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വളർത്തില്ല, എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കൊടുക്കും. അറ്റാച്ച്മെന്റ് കൂടിക്കഴിഞ്ഞാൽ എങ്ങനെയാണ്, ഓവർ അറ്റാച്ച്മെന്റ് ആവാൻ പാടില്ല. അറ്റാച്ച്മെന്റ് വേണം കുട്ടികളോട്, ഇതിൽ അഫെക്ഷനും വേണം, അത് ഓവർ ആവാനായിട്ട് പാടില്ല. അഫെക്ഷൻ ഡെവലപ്പ് ഇൻ ചിൽഡ്രൻ ഫീലിംഗ് ഓഫ് ബീങ് വാണ്ടഡ്, നമ്മൾ വേണം, അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഒരു ബിലോങ്നെസ് ഫീലിംഗ് കാര്യങ്ങളൊക്കെ തോന്നും, നമുക്ക് വേണം, നമ്മുടെ പാരന്റ്സ് നമ്മൾ വേണം, നമ്മൾ ഇഷ്ടമാണ്. ആ ഒരു സേഫ് ആയിട്ടുള്ളൊരു, ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു പ്ലേസ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ പാരന്റ്സിന്റെ അടുത്താണ് അല്ലെ. നിങ്ങളോട് ചോദിച്ചാലും എന്താണ് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സ്ഥലം എന്ന് പറയുമ്പോൾ നമ്മുടെ സ്വന്തം വീടായിരിക്കും അല്ലെ, അല്ലെങ്കിൽ നമ്മുടെ സ്വന്തം വീട്ടിലുള്ള ഓർമ്മകളായിരിക്കാം. അപ്പൊ നമുക്ക് അത്രയും ഫീൽ സെക്യൂർ, നമ്മൾ ഏറ്റവും സേഫ് ആയിട്ട് ഫീൽ ചെയ്യുന്ന എവിടെയാണ്, നമ്മുടെ പാരന്റ്സിനോടൊപ്പമുള്ള ടൈം ആയിരിക്കും അല്ലെ. അപ്പോ നമ്മുടെ കുട്ടികളോട് നമ്മൾ തിരിച്ച് നല്ല സ്നേഹത്തോടു കൂടി, ഒന്നും പ്രതീക്ഷിക്കാതെ നമ്മൾ അവരെ നല്ല രീതിയിൽ എത്തിക്കുക, സ്നേഹം പ്രകടിപ്പിക്കുക. അല്ലാണ്ട് അഫെക്ഷൻ ഹൈഡ് ചെയ്യാൻ പാടില്ല, നമ്മുടെ ചെയ്ത് ഹൈഡ് ചെയ്യാനായിട്ട് പാടില്ല. നമുക്ക് ഇഷ്ടമുണ്ട്, സ്നേഹമുണ്ടെങ്കിൽ അവർ കുറച്ച് ടൈം മാത്രമേ നമ്മളുടെ ഒപ്പം ഉള്ളൂ. പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ അവരുടെ ഓൾറെഡി ഹീറോസിൽ മാത്രമായിരിക്കും കുട്ടികളോടൊപ്പം നമ്മള് പാരന്റ്സ് ഉള്ളത്. ആ സമയത്ത് നമ്മൾ കൂടുതലായിട്ട് അവർക്ക് ടൈം സ്പെൻഡ് ചെയ്യാം, അവരെയും കൊണ്ട് പുറത്തൊക്കെ പോവാം, പാർക്കിൽ പോവുക, ടൈം സ്പെൻഡ് ചെയ്യാന്ന് പറയുമ്പോൾ കളിക്കുക, അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ കൊണ്ട് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങളാണെങ്കിൽ ചെയ്തു കൊടുക്കുക, പറ്റാത്തതാണെങ്കിൽ അവരോട് തുറന്ന് പറയാം. ഇപ്പോ എന്റെ മോള് എന്തെങ്കിലും വലിയ അച്ഛനൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ പറയും പൈസ ഇല്ലാത്ത അതുകൊണ്ട് മനസ്സിലാത്തത്, അപ്പൊ ഒക്കെ മനസ്സിലാവും, ഓക്കെ സാലറി കിട്ടുമ്പോ വാങ്ങിച്ചു തന്നാൽ മതി, നൈസ് ഐഡിയ ആണ് ആൾക്ക്. അപ്പൊ അങ്ങനെ പറയും. എന്നുവെച്ചാല് അവർക്ക് മനസ്സിലാവണം നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്കത് അഫോർഡബിൾ ആണോ അല്ലയോ എന്ന് മനസ്സിലാകണം. ചില പാരന്റ്സ് എന്ന് പറഞ്ഞാല് അഫെക്ഷന്റെ പുറത്ത് അവർക്ക് അഫോർഡബിൾ അല്ലാത്ത കാര്യങ്ങൾ പോലും ചെയ്തു കൊടുക്കാറുണ്ട്. അങ്ങനെ ചെയ്യേണ്ട, നമുക്ക് കുട്ടികൾക്ക് മനസ്സിലാക്കണം, നമ്മള് ഓരോ കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്ന പോലെയാണ് എന്നുള്ളത് മനസ്സിലാക്കണം. നമ്മള് കുട്ടികളുടെ ഇമോഷൻസിനെ റെസ്പെക്ട് ചെയ്യണം. നമ്മൾ സ്നേഹവും കെയറും ഒക്കെ കാണിച്ച് കുട്ടികളെ ഡെവലപ്പ് ചെയ്താൽ മാത്രമാണ് അവർക്ക് നമ്മളായിട്ട് ബോണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന, ബോണ്ട് ഉണ്ടാവുള്ളൂ. അപ്പൊ നമ്മളുടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടൈം പീരീഡ്, കുട്ടിയായിട്ട് നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്യേണ്ട ഒരു ടൈം പീരീഡ് ആണ്. 10 ഇയേഴ്സിനുള്ളിൽ നല്ലൊരു ബോണ്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് എല്ലാ പാരന്റ്സും ശ്രദ്ധിക്കണം. ആ ബോണ്ട് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈഫ് ലോങ് നമുക്ക് ആ ബോണ്ട് കണ്ടിന്യൂ ചെയ്യാനായിട്ട് പറ്റും. കുഞ്ഞു മക്കളൊക്കെ ഉള്ള അമ്മമാർക്കാണെങ്കിൽ ടൈം ഉണ്ട് നല്ല ബോണ്ട് ക്രിയേറ്റ് ചെയ്ത് അവരെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് അവരെ ഇൻഡിപെൻഡന്റ് ആയിട്ട് തന്നെ വളർത്താനായിട്ട് നമ്മൾ ശ്രമിക്കണം. അഫെക്ഷൻ മുതൽ നെക്സ്റ്റ് ക്ലാസ്സിൽ നോക്കാം. ഓക്കെ ഓക്കെ ആണ് വിട്ടു പോകുന്നുണ്ട്. ഓക്കെ കുഴപ്പമില്ല. നെക്സ്റ്റ് ക്ലാസ്സിൽ മാക്സിമം ഈ സൗണ്ടിന്റെ പ്രശ്നം മാറ്റാനായിട്ട് കേട്ടോ. ഓക്കെ സൈൻ ഔട്ട് പറഞ്ഞോ മിസ്സേ പറഞ്ഞോടാ. മിസ്സേ ആ പാർട്ട് 1 യൂണിറ്റ് 7 ഹെൽത്ത് കെയറിന്റെ മോക്ക് ടെസ്റ്റ് കിട്ടിയിട്ടില്ലല്ലോ മിസ്സേ. ഹെൽത്ത് കെയർ അല്ലേ, വാക്സിൻസിന്റെ ചാപ്റ്റർ അല്ലേ. കൊടുക്കാട്ടോ. ഓക്കെ മിസ്. ഒന്ന് ചെക്ക് ചെയ്യും, ഞാൻ നോക്കിക്കോളാം കേട്ടോ. ഓക്കെ അപ്പോ താങ്ക് യു ഓൾ. സൈൻ ഔട്ട് പറയുന്നില്ല എല്ലാരും. കുഴപ്പമില്ല. താങ്ക് യു. താങ്ക് യു മാം. ഇന്ന് പറയാനുണ്ട്, ഞാൻ എപ്പോഴും പറയാനുണ്ട്, പിന്നെ ആർക്കും അവസരം കൊടുത്തില്ല എന്ന് പറയണ്ട വെച്ചിട്ട് മിണ്ടാണ്ടിരിക്കുന്നത്. ഇന്ന് ക്ലാസ് എടുത്ത അപർണ മിസ്സിനും നല്ല ക്ലാസ് ആയിരുന്നു. അപ്പൊ നമുക്ക് ഓരോ കാര്യങ്ങൾ നമ്മുടെ കാര്യങ്ങൾ കറക്റ്റ് ചെയ്ത് പോകാനായിട്ട് പറ്റുന്ന രീതിയിലുള്ള ക്ലാസ് ആണ് എടുത്ത മിസ്സിന് താങ്ക്സ് പറയുന്നു. താങ്ക് യു ഓൾ. താങ്ക് യു മാം.